അങ്ങനെ ഒരാള് ഒരു അമ്പല മൈതാനത്ത് കഥകളി കാണാൻ പോകാമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ യുക്തിവാദ സുഹൃത്തുക്കളിൽ നിന്ന് വളരെ ഗൗരവമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു നാസ്തികനായതുകൊണ്ട് എനിക്ക് അവിടെയുള്ള ആ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ കാണാനോ അതിന്റെ ചരിത്ര ഭംഗി ആസ്വദിക്കാനോ എന്നെ വിലക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വലിയ അനീതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഹെറിറ്റേജുകൾ നിലനിർത്താതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂതകാലത്തിൻ്റെ ഒരു വലിയ കലവറ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ യുക്തിവാദികൾക്കുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഇന്നത്തെ യുക്തിവാദികൾ പൊതുവായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട് ഈ ഹെറിറ്റേജുകളെ റെസ്പെക്ട് ചെയ്യുക എന്ന നിലപാട് തന്നെയാണ്. കേരളത്തിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പരമ്പരാഗത നൃത്തരൂപം എന്ന് പറയുന്നത് കഥകളിയാണ്. നമുക്കറിയാവുന്ന കഥകളി, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കഥകളി എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കോട്ടയത്തായിരുന്നു അന്ന് എൻ്റെ കുട്ടിക്കാലം. അവിടെ തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തിന് കഥകളി പെർഫോമൻസ് ഉണ്ടാകും. പിന്നെ ചങ്ങനാശ്ശേരിയിൽ NSSന്റെ വാർഷികം നടക്കുമ്പോൾ അവിടെ മേജർ സെറ്റ് കഥകളി ഉണ്ടാവും. ഇങ്ങനെ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും കഥകളി എൻ്റെ കുട്ടിക്കാലത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ കോട്ടയത്ത് മറ്റൊരു കേന്ദ്രം കൂടി ഉണ്ടായിരുന്നു കഥകളിക്ക്. ഈ കഥകളിയിൽ ഇഷ്ടമുള്ള, അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഈ മതപരമായ അംശങ്ങളെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കഥകളി പ്രേമികളുള്ള ഒരു സ്ഥലമാണ് കോട്ടയം എന്ന് പല ആൾക്കാർക്കും അറിയാവുന്ന എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടെ കോട്ടയത്ത് ഹോം ഗാർഡ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിനൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ എല്ലാ മാസവും ഒരു കഥകളി പരിപാടി സ്ഥിരമായി നടത്തിയിരുന്നു. എനിക്കൊരു 5 വയസ്സ് കാലത്തൊക്കെയുള്ള ഓർമ്മയാണത്. അന്ന് ആ കഥകളി പരിപാടി കാണുന്നതിന് എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ സഹോദരി, കുട്ടികളായ ഞങ്ങളെയും കൊണ്ടാണ് അന്ന് ഈ കഥകളി കാണാൻ പോകുന്നത്. കുട്ടിക്കാലത്ത് അങ്ങനെ കഥകളി ഒരു 4-5 വയസ്സ് മുതൽ കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചർച്ച വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കൊരു 10 വയസ്സൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ, അതിന് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങുന്നത്. കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അവരോട് ചിറപ്പ് എന്നാണ് പറയുന്നത്. പല സംഘങ്ങൾ, പല ക്ലബ്ബുകളും പല സൊസൈറ്റികളും പല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ മത്സരിച്ച് ഓരോ ദിവസത്തെയും ഉത്സവം ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് പരിപാടി. പല ദിവസങ്ങളിൽ അവർ നടത്തുന്നത് വല്ല കഥാപ്രസംഗമോ അല്ലെങ്കിൽ സിനിമാറ്റിക് മ്യൂസിക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അതിൽ ഒരു ദിവസം ഏതാണ്ട് എല്ലാ വർഷവും ഒരു മേജർ സെറ്റ് കഥകളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്നുണ്ടായിരുന്ന ഒരു ചർച്ച ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. കഥകളി കാണാൻ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്നുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായിട്ട്. തിരുനക്കര അമ്പലത്തിന്റെ മൈതാനത്തിലാണ് കഥകളി നടക്കുന്നത്. അതൊരു പബ്ലിക് പ്ലേസ് ആണ്. അപ്പൊ കഥകളി കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഞാനും എൻ്റെ അച്ഛനും കൂടി ഒന്നിച്ച് അവിടെ പോയിരുന്ന് കഥകളി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കഥകളിയെ ഒരു വിശ്വാസവുമായി ബന്ധിപ്പിച്ച് കാണേണ്ടതില്ല. അതൊരു കലാരൂപമാണ്. ആ നിലയിലാണ് അതിനെ കാണേണ്ടത്. അതിനാരെങ്കിലും അങ്ങനെ അതിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതല്ല ശരിയായ സമീപനം എന്നൊരു സമീപനത്തോടെയാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് എൻ്റെതായ ഒരു ചിന്തയൊക്കെ വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ രൂപപ്പെട്ടു വരുന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പരിഷ്കരണ ശ്രമം കേരളത്തിലെ കലാമേഖലയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വള്ളത്തോൾ ദേശീയാടിസ്ഥാനത്തിൽ നമ്മൾ ടാഗോറുമായിട്ടൊക്കെ പോലും താരതമ്യപ്പെടുത്താവുന്ന ഒരു വലിയ സംഭാവന നൽകിയ മനുഷ്യനാണ്. ഒരുപക്ഷെ മൺമറഞ്ഞു പോകുമായിരുന്ന പല കലാരൂപങ്ങൾക്കും പുതിയ ജീവൻ കൊടുക്കുകയും അതിനെ ക്ഷേത്ര വളപ്പുകളിൽ നിന്ന് പൊതുവേദികളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യത്തിൽ വള്ളത്തോളിന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അദ്ദേഹം കേരള കലാമണ്ഡലം, ഇന്നത്തെ യൂണിവേഴ്സിറ്റി അല്ല, അന്നൊരു സ്ഥാപനമായി നടത്തുന്ന ഒരു കാലത്ത് അവിടെ കഥകളി മാത്രമല്ല, അക്കാലത്ത് അന്യം നിന്നു പോയിരുന്ന മോഹിനിയാട്ടം പോലെയുള്ള കലാരൂപങ്ങളൊക്കെ പുനരാവിഷ്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ എൻ്റെ അച്ഛനെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹം വള്ളത്തോളുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം വള്ളത്തോളിന്റെ അവസാന കാലം വരെ പുലർത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് പിൽക്കാലത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും കോട്ടയത്തെ കഥകളി അവതരിപ്പിക്കുന്ന വേദികളിലൊക്കെ, അത് ഹോം ഗാർഡ്സ് ക്ലബിലാണെങ്കിലും തിരുനക്കര അമ്പലത്തിന്റെ മൈതാനത്തിലാണെങ്കിലും അത് കാണാനായിട്ട് യുക്തിവാദിയായി ഇടമറുകും അദ്ദേഹത്തിന്റെ കൊച്ചു കുട്ടികളും സ്ഥിരമായിട്ട് എത്തുമായിരുന്നു എന്നത് കോട്ടയത്തെ പഴയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ ഓർമ്മയുള്ള ഒരു സംഗതിയാണ്.
ഇതിന് ഒരു യുക്തിവാദിയുടെ സമീപനത്തിൽ എന്ന് പറയുന്ന ഒരു ചോദ്യം വരുമ്പോൾ, അക്കാലത്ത് വളരെ സജീവമായി യുക്തിവാദ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ജാതി മതം തുടങ്ങിയ സംഗതികൾക്കൊക്കെ അതീതമായ ഒരു മനുഷ്യനെ ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ആശയവുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് ഇടമറുക. അപ്പോൾ അങ്ങനെ ഒരാള് ഒരു അമ്പല മൈതാനത്ത് കഥകളി കാണാൻ പോകാമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ യുക്തിവാദ സുഹൃത്തുക്കളിൽ നിന്ന് വളരെ ഗൗരവമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിലും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന വേളയിലാണ് കഥകളി പഠിക്കാനുള്ള എൻ്റെ ഒരു മോഹം ഞാൻ പറയുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ അതിന് റെസ്പോൺസ് ഉണ്ടായത്. അതിന് ഒരു പ്രേരക ശക്തിയായി നിന്നിരുന്ന ഒരാളെയും കൂടി പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അന്ന് കോട്ടയം CMS കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന അമ്പലപ്പുഴ രാമവർമ്മ എന്ന് പറഞ്ഞ ഒരു, പിൽക്കാലത്ത് അദ്ദേഹം പ്രൊഫസറായി റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ ശ്രീകുമാർ ഇപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ഈ അമ്പലപ്പുഴ രാമവർമ്മ എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ ആരാണ് ഒരു പറ്റിയ കഥകളി ആശാൻ എന്ന നിലയിലുള്ള ആദ്യത്തെ ചർച്ച നടക്കുന്നത് അമ്പലപ്പുഴ രാമവർമ്മ സാറുമായിട്ടാണ്. അദ്ദേഹം ചെമ്പക്കുളം പാച്ചുപിള്ളയുമായിട്ടൊരു അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കഥകളി ആശാൻ വരുന്നുണ്ട്, ചങ്ങനാശ്ശേരിയിൽ വരുന്നുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞു. കുട്ടിയായിരിക്കുന്ന ഞാനും അച്ഛനും എല്ലാം കൂടെ പോവാണ്. അത് മറ്റാരുമായിരുന്നില്ല, കലാമണ്ഡലം കൃഷ്ണനായർ ആണ്. അദ്ദേഹം അന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലമാണ്. ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം അന്നൊരു കളിയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അദ്ദേഹത്തെ പോയി കാണുന്നു. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഞാൻ കഥകളി പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു കഥകളി ആർട്ടിസ്റ്റ് എന്ന് കോട്ടയത്തുണ്ട്, അദ്ദേഹത്തെ ബന്ധപ്പെടുത്തുന്നു. മറ്റാരുമല്ല, കുറിച്ചി കുഞ്ഞമ്മണിക്കരാശാൻ. അദ്ദേഹം ഹംസം അഭിനയിക്കുന്നതിൽ വളരെ പ്രസിദ്ധനായ ഒരാളാണ്. ഹംസമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എനിക്കെന്നാൽ വലിയ ആകർഷണം തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കഥകളി ആശാന്മാർ ആ കാലത്തുണ്ടായിരുന്നു, കഥകളി പെർഫോമേഴ്സ് ഉണ്ടായിരുന്നവർ. ഒന്ന് രാമൻകുട്ടി ആശാൻ. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും സീതാ സ്വയംവരം കഴിഞ്ഞിട്ട് വരുന്ന പരശുരാമന്റെ ഒരു തടയലുണ്ടല്ലേ, അതുമായി ബന്ധപ്പെട്ട സംഗതി കണ്ടിട്ട് ഞാൻ വല്ലാതെ ഹരം കൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ദുശാസനവധത്തിലെ ഭീമൻ അദ്ദേഹം പെർഫോം ചെയ്യുന്നത്, ഇതൊക്കെ വലിയൊരു അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിൽ പോലും അതൊക്കെ വലിയ അത്ഭുതാദരങ്ങളോടുകൂടിയാണ് കുട്ടിക്കാലത്ത് ഞാൻ കാണുന്നത്. കഥകളി പഠിക്കണം എന്നുള്ള ഒരു തീരുമാനമായി കഥകളി പഠിക്കാൻ തുടങ്ങുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് നോക്കണം. ആഴ്ചയിൽ 5 ദിവസം രാവിലെ 7 മണി മുതൽ 8 മണി വരെ എനിക്ക് വീട്ടിൽ വന്ന് കഥകളി പഠിപ്പിക്കാൻ തുടങ്ങുന്നു. വീക്കെൻഡിൽ കഥകളി ആശാന്റെ വീട്ടിൽ പോയിട്ട് മറ്റു കുട്ടികളോടൊപ്പം പഠിക്കുക. ഇങ്ങനെയായിരുന്നു സിസ്റ്റം. അപ്പൊ ഏതാണ്ട് 7 ദിവസവും ഈ കഥകളിയിൽ അഭിരമിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങുന്നു. അപ്പൊ ഐ വാസ് വെരി ത്രിൽഡ്. അപ്പൊ സാധാരണഗതിയിൽ കഥകളി എല്ലാവരും പഠിക്കുന്നത് പോലെ തന്നെ ചുവടടിച്ച് താളം ചൊല്ലി കലാശമൊക്കെ പിന്നീട് ചെയ്ത് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ പെർഫോമൻസിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. പതിവ് പോലെ തന്നെ പുറപ്പാട് എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ. അപ്പൊ ഇതൊക്കെയായിട്ട് പുറപ്പാടിൽ എന്താണ്, കൃഷ്ണന്റെ വേഷമാണ് കിട്ടുന്നത്. ഞാൻ ഒരു നാസ്തിക പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയും യുക്തിവാദികളാണ്, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അമ്മ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നാണ്, അച്ഛൻ ക്രിസ്തുമത പശ്ചാത്തലത്തിൽ നിന്നാണ്. പക്ഷെ രണ്ടുപേരും ഇതിലൊന്നും വിശ്വസിക്കാത്തവരും അതേസമയം ഈ ഇത്തരം കാര്യങ്ങളിൽ കലയുമായി ഉള്ള ബന്ധം അല്ലെങ്കിൽ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വിശ്വാസവുമായി കൂട്ടിക്കുറച്ചല്ല കാണേണ്ടത്, അതിന് വ്യത്യസ്തമായി കാണേണ്ടതാണെന്നുള്ള ഒരു കൃത്യമായ അഭിപ്രായം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. അപ്പൊ കഥകളി മാത്രമല്ല, കൂട്ടത്തിൽ വേറൊരു കലാരൂപം തുള്ളൽ പഠിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഞാനും എൻ്റെ സഹോദരി ഗീതയും കൂടിയാണ്, ഞങ്ങൾ രണ്ടുപേരും കഥകളി പഠിക്കുന്നു. ഗീതയ്ക്ക് കഥകളിയിൽ വലിയ ഉത്സാഹം വരുന്നില്ല, കാരണം കഥകളി കുറെ കൂടി സ്ട്രെയിൻസമാണെന്നുള്ളത് കൊണ്ട് അവൾ പയ്യെ പിന്നോട്ടടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കഥകളി ഓട്ടംതുള്ളലും ഒക്കെ കുട്ടിക്കാലത്ത് പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരാദ്യത്തെ പെർഫോമൻസ് ഈ കോട്ടയത്തെ ഹോം ഗാർഡ്സ് ക്ലബിലെ കഥകളി പ്രതിമാസ കഥകളി പരിപാടി നടക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അവിടെ ഒരു കുട്ടിയായ ഞാൻ രൗദ്രഭീമൻ, ദുശാസനവധത്തിലെ രൗദ്രഭീമനെ അവതരിപ്പിക്കാനായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. വലിയ പെർഫോമൻസ് നടക്കുന്നതിനിടയ്ക്ക് ഒരു 15 മിനിറ്റ് വിച്ച് ഐ ഹവ് ഡൺ. ഞാൻ ആദ്യം ഒരു വേഷം കെട്ടിയത് ഒരു രൗദ്രഭീമനായിട്ടാണ്. ഒരു കൊച്ചു ഗതയുണ്ട്, അത് പൊക്കാൻ പോലുമുള്ള
ആരോഗ്യമുണ്ടായിരുന്നില്ല. അന്നത് പടം നോക്കിക്കഴിഞ്ഞാൽ ചിരി വരും. ആ ഗത പൊക്കി പിടിക്കാൻ വയ്യാതെ പയ്യെ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന ആ വലിപ്പം എനിക്കുള്ളൂ എന്ന്. കുട്ടിയാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കഥകളിയായിട്ട് ആദ്യത്തെ ഒരു സ്റ്റേജ് ബന്ധം ഉണ്ടായി വരുന്നത്. ഈ സമയത്ത് വലിയ ഗൗരവമുള്ള ചില സംവാദങ്ങൾ യുക്തിവാദ മേഖലയിൽ നടക്കുന്നുണ്ട്. യുക്തിവാദി ഈ പറയുന്ന കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ വേഷം കെട്ടാവും. അപ്പൊ അത്തരം കഥകളെ നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യുന്നതിന് തുല്യമല്ലേ? അതൊരു മിത്താണെങ്കിൽ ആ മിത്തിന് നമ്മൾ അംഗീകാരം നൽകുന്നതിന് തുല്യമല്ലേ എന്ന നിലയിലാണ് അന്നത്തെ ഒരു പരമ്പരാഗതവാദികളായ യുക്തിവാദികളിൽ നിന്നുണ്ടായ പൊതുവായ സമീപനം. അക്കാര്യത്തിൽ അന്ന് എൻ്റെ അച്ഛനായി ഇടമറുകെടുത്തൊരു നിലപാട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടായിരുന്നു. അദ്ദേഹം അതേക്കുറിച്ച് അക്കാലത്ത് എഴുതുക പോലും ചെയ്തു. അദ്ദേഹത്തിന്റെ സമീപനം ഇങ്ങനെയായിരുന്നു: ഒരാള് ഷേക്സ്പിയറുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, ഒഥല്ലോ ആയിട്ട് അഭിനയിക്കുന്നു. മറ്റൊരാൾ ഈ ഒഥല്ലോ ഒരു യഥാർത്ഥ വ്യക്തി തന്നെ ആയിരുന്നുവെന്ന് കരുതുന്നു. അതല്ലെങ്കിൽ കിങ് ലിയറെ അവതരിപ്പിക്കുന്നു. കിങ് ലിയർ യഥാർത്ഥത്തിൽ തന്നെ ഉള്ള സംഗതിയാണ്, ഈ കഥ നടന്നത് തന്നെയാണ് എന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും കരുതണമെന്നില്ല. അങ്ങനെ കരുതാത്ത ഒരാൾക്കും കിങ് ലിയർ ആയിട്ടോ അല്ലെങ്കിൽ ഒഥല്ലോ ആയിട്ടോ ഒക്കെ അഭിനയിക്കാം. കലയെ കലയായിട്ടും വിശ്വാസത്തെ മറ്റൊരു സംഗതിയായിട്ട് മാറ്റി നിർത്തി നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കലാരൂപവും സ്വീകരിക്കാത്ത മുരട്ട് മനുഷ്യരായി പോവുകയുള്ളൂ നമ്മൾ. കഥകളി ഒരു പ്രത്യേക മതത്തിന്റെ സംഭാവനയല്ല, അതൊരു സംസ്കൃതിയുടെ സംഭാവനയാണ് എന്ന ആദ്യ പാഠം അന്നത്തെ ആ ചർച്ചകളിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ പോലും രൂഢമൂലമാകുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിൽക്കാലത്ത് ഞാൻ കഥകളിയുമായിട്ട് ഏറെ മുന്നോട്ട് പോയി. ഈ പറയുന്ന വിമർശനങ്ങളിൽ ഒന്നും തന്നെ കുലുങ്ങാതെ കഥകളി തുടരുകയാണ് ഞാൻ. അതേ സമയത്ത് എനിക്ക് യുക്തിവാദ ആശയങ്ങളിലും വളരെ കുട്ടിക്കാലത്ത് വലിയ താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഉന്നയിക്കുന്ന മൂല്യസങ്കല്പങ്ങളെക്കുറിച്ച് വലിയ ശക്തമായ ഒരു ഫീലിങ്ങോട് കൂടി തന്നെയാണ് ഞാൻ വളർന്നു വരുന്നത്. ഏതാണ്ട് 10-15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി കഴിഞ്ഞിരുന്നു. അതേസമയം എൻ്റെ കഥകളിയോടുള്ള ഭ്രമവും മാറുന്നില്ല. അക്കാലത്ത് എനിക്ക് രസമുള്ള ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യുക്തിവാദി പ്രസ്ഥാനത്തിൽ അക്കാലത്തുണ്ടായിരുന്ന യാഥാസ്ഥിതിക ബോധമുണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ഒരു ആശയ സംഘർഷത്തിൽ കൂടി തന്നെയാണ് ഈ കാര്യത്തിൽ നമ്മുടെ നിലപാട് സ്റ്റെബിലൈസ് ചെയ്യാൻ ആ കാര്യത്തെ പറ്റിയത്. ഇതേ അവസരത്തിൽ തന്നെ മറുവശത്ത് ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്ന്, കോട്ടയത്ത് ഒരു ഹൈന്ദവ സമൂഹമുണ്ട്, അവിടെ നിന്ന് ഉണ്ടായ ചില അഭിപ്രായങ്ങൾ ചില ആൾക്കാർ വലിയ സന്തോഷപൂർവ്വമാണ് ഇത് സ്വീകരിച്ചത്. ഉദാഹരണത്തിന് അമ്പലപ്പുഴ രാമവർമ്മ, അദ്ദേഹം കഥകളിയിലെ കോട്ടയത്തെ എന്താ പറയുക ഏറ്റവും വലിയ കഥകളി ഭ്രാന്തൻ കോട്ടയത്ത് അക്കാലത്ത് ആരായിരുന്നു വെച്ചാൽ അമ്പലപ്പുഴ രാമവർമ്മയായിരുന്നു. അദ്ദേഹം എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. അതേസമയം തന്നെ യാഥാസ്ഥിതിക പക്ഷത്തുള്ള ഹിന്ദു പക്ഷത്തുള്ള ആൾക്കാരെ ഒരു ക്രിസ്ത്യാനിയുടെ മകനെ ഇങ്ങനെ കഥകളി വേദിയിൽ കയറ്റുന്നത് ശരിയല്ല എന്ന നിലയിലുള്ള വിമർശനവും വന്നിട്ടുണ്ട്. അതിന് മറ്റു ചിലർ അവിടെയും മറുപടി പറയുന്നുണ്ട്. ഇത് രണ്ട് തരത്തിൽ, ഒന്ന് യുക്തിവാദി സംഘത്തിലെ സങ്കുചിത മനസ്ഥിതിക്കാരായ ആൾക്കാരോട് ഒരു വശത്ത് ഇവിടെ പടപൊരുതുമ്പോൾ, മറുവശത്ത് ഹിന്ദു വിശ്വാസധാരയിലെ സങ്കുചിത മനസ്ഥിതിക്കാരോട് അവിടെയും മറ്റു ചില ആൾക്കാർ ഈ കാര്യത്തിൽ അഭിപ്രായ സമന്വയത്തിനോ അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണത്തിനോ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ കാണാമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഹിന്ദുക്കളായ ചില സുഹൃത്തുക്കൾ വലിയ അപ്രിസിയേഷൻ പറയുമ്പോൾ മറ്റു ചിലര് താൻ എന്തിനാണോ ഈ ഹിന്ദുക്കളുടെ പരിപാടിയൊക്കെ നടത്താൻ പോകുന്നത്, തമ്മിൽ ക്രിസ്ത്യാനികളുടെ പരിപാടി നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ക്രിസ്ത്യാനി ആവുന്നതെന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനി എങ്ങനെയാവുക എന്ന ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയേണ്ടി വന്നത് എനിക്ക് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്നെ ക്രിസ്ത്യാനി ആക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ക്രിസ്ത്യാനി അല്ല എന്ന് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പഠിച്ചത് അങ്ങനെയാണ്. ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ ഒരാൾ ബാപ്റ്റൈസ് ചെയ്യപ്പെടണം, ക്രിസ്ത്യാനിക്ക് ജനിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചാൽ തന്നെ ബാപ്റ്റൈസ് ചെയ്യണം, മാമോദിസ മുക്കുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഒരു വളരെ സ്ഥാപിത താല്പര്യത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ്. ഞാൻ കഥകളി ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു ഹിന്ദുത്വ പക്ഷത്തേക്ക് പോവുകയാണ്, ഞാൻ ഹിന്ദുമതത്തിന്റെ ഒരു വക്താവുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനായി, എല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യനായി, ഈ മതങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാ കലാരൂപങ്ങളെയും സ്വീകരിക്കാൻ പ്രാപ്തനാകുന്ന ഒരാളായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കഥകളിയോടുള്ള ഈ ഭ്രമം ഞാൻ പിന്നീടും തുടരുന്നുണ്ട്. ഞാൻ അക്കാലത്ത് അന്ന് സ്കൂൾ ഫെസ്റ്റിവലുകളൊക്കെ നടക്കുമ്പോൾ ഏതാണ്ട് പല വർഷങ്ങളിലും സംസ്ഥാന തലത്തിലെ 1ാം സമ്മാനം സ്ഥിരമായി എനിക്കായിരുന്നു കിട്ടിയിരുന്നതെന്ന് ഓർക്കുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ ഏതാണ്ട് പല വർഷങ്ങളിൽ, ഏതാണ്ട് 9ാം ക്ലാസ്സിലോ മറ്റോ വെച്ചാണ് അത് വേറൊരാൾക്ക് കിട്ടിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം തോന്നിയ ഒരു സംഭവമാണ്. 10ാം ക്ലാസ്സിലോ അത് വീണ്ടും ഞാൻ റീക്യാപ്ചർ ചെയ്തു.
അപ്പൊ അങ്ങനെ കഥകളി ഒരു സംസ്ഥാന തലത്തിൽ പോയി പലയിടത്തും പെർഫോം ചെയ്യുക, സ്കൂൾ മത്സരങ്ങളിൽ മാത്രമല്ല, അന്ന് പിന്നീട് മറ്റു വേദികളിൽ കഥകളി നടക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന കഥകളി ആശാന്മാർ എന്നോട് ഈ റോളുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പോയിട്ട് പലയിടത്തും പെർഫോം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് കഥകളി പലപ്പോഴും പെർഫോം ചെയ്യുന്ന അമ്പലപ്പറമ്പുകളിലൊക്കെയാണ്. അവിടെയൊക്കെ ഞാൻ കഥകളി പെർഫോം ചെയ്തിട്ടുണ്ട്. ചെറിയ റോളുകളൊക്കെ കിട്ടുകയുള്ളൂ കുട്ടിയായിരിക്കുന്നതുകൊണ്ട്. എങ്കിലും അതൊക്കെ പെർഫോം ചെയ്യാൻ ഒരു മടിയും കൂടാതെ ഞാൻ പോവുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വിശ്വാസിയാകാതെ തന്നെ അത് ചെയ്യാൻ പറ്റും എന്ന പാഠം എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. അപ്പൊ അക്കാലത്തിന് എൻ്റെ ഉള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തമായ ഒരു സങ്കല്പം, ഒരുപക്ഷെ എൻ്റെ ഇപ്പോഴുള്ള ഈ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് ഒരു വേര് അവിടെ കിടപ്പുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കഥാപാത്രമായി കണ്ടാൽ അത് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു തലത്തിലാണ്. ഗീതഗോവിന്ദം ഒരാൾ വായിക്കുമ്പോൾ അതിലെ ചാരുതയും അതിലെ പ്രണയലോലുപതയും ഒക്കെ കണ്ടൊരാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഒരാൾ കൃഷ്ണഭക്തനാകണമെന്നില്ല. ആ ഒരു തിരിച്ചറിവ് വളരെ വ്യക്തമായി തന്നെ എനിക്കുണ്ടായി എന്നുള്ളതാണ് ഈ പ്രക്രിയയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠം. പിന്നെ കഥകളിയെക്കുറിച്ച് പിൽക്കാലത്ത് എനിക്ക് പഠിക്കാൻ കൂടുതൽ അവസരം കിട്ടുമ്പോൾ ഞാൻ കഥകളിയെക്കുറിച്ച് വളരെ മുന്നോട്ട് അതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രാമൻകുട്ടി ആശാന്റെ ഒരു വലിയ പെർഫോമൻസ് ഉണ്ട്. സീതാ സ്വയംവരം കഴിഞ്ഞിട്ട് അവർ വരികയാണ്. വരുന്ന സമയത്ത് പരശുരാമൻ അവരെ വഴിയിൽ വെച്ച് തടയുന്ന ഒരു രംഗമുണ്ട് കഥകളി. അത് അവിടുത്തെ ആ സമയത്തുള്ള പാട്ട് അല്ലെങ്കിൽ ആ സംഗീതം, എന്താ പറയുക, നമ്മൾ സോപാനത്തിൽ കഥകളി പാട്ട്, കഥകളി പദം എന്താണെന്ന് ഓർത്തു നോക്കിയേ. ആരടാ നടന്നിടുന്നു രാമനോടാ മൂഢ എന്ന് ചോദിച്ചിട്ടാണ് പരശുരാമൻ വരുന്നത്. ദാറ്റ് വാസ് പോസിബിൾ ഇൻ കഥകളി. അതാണ് കഥകളിയുടെ ഒരു വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. ഈ ബാലി വധം നടക്കുന്ന സമയത്ത് ബാലി അമ്പെയ്ത് കൊഴിഞ്ഞിട്ട് രാമനെ പറ്റി ശപിക്കുന്ന വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ഇതൊക്കെ പോസിബിൾ ആണ് ഒരു സ്റ്റേജിൽ. ഇന്നൊരു നാടകത്തിൽ പോലും അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് അന്ന് ബാലിയെ ഒളിയം പെയ്ത് കൊല്ലുമ്പോൾ നിന്റെ ഉദ്ദേശം ഇതാണ്, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ രാമസങ്കല്പത്തെ എങ്ങനെയൊക്കെ വിമർശിക്കാവോ അതൊക്കെ വിമർശിക്കുന്ന ഒരു ബാലിയുണ്ട്. കഥ അവിടെ നിൽക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് തിരിച്ചറിയുന്നു, അനുഗ്രഹം തേടുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫുൾഫിൽമെന്റ് കഥയിലുണ്ടെങ്കിൽ പോലും ഇതൊക്കെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു ഡ്രമാറ്റിക് പോസിബിലിറ്റീസ് വരുന്ന ഒരു സംഗതിയാണ് കഥകളി എന്ന് പറഞ്ഞ വലിയൊരു തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. നോക്ക്, കഥകളിയിൽ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു സംഗതി, കഥകളി ഒരു ആന്റി സ്റ്റാറ്റസ്കോ ആർട്ടാണെന്നുള്ളത് പല ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ സ്റ്റൈലൈസ്ഡ് ക്ലാസിക്കൽ ആർട്ട് എന്നാണ് കഥകളിയെ കുറിച്ച് പറയുന്നത്, അല്ലെ? കഥകളി ഉണ്ടാവുന്ന ആ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ വെച്ച് നോക്കിയിട്ട് നമുക്കറിയാവുന്ന മട്ടിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു വലിയ ഒരു മുഖം തന്നെയാണ് കഥകളി എല്ലാ അർത്ഥത്തിലും. അപ്പൊ നമ്മൾ സ്റ്റൈലൈസ് ക്ലാസിക്കൽ ആർട്ടാണ്, അതിന്റെ സ്ട്രക്ചറുകളുടെ ഒക്കെ അതുകൊണ്ട് നൃത്തമുണ്ട് അതിനകത്ത് ഡ്രംസിന്റെ ഇതുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, മുദ്രയുണ്ട്, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു സംഗതിയാണ് കഥകളി. അപ്പം അതിനപ്പുറത്തായിട്ട് കഥകളിക്കകത്തുള്ള പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? രാമനും രാവണനും കഥകളിയിലെ കഥാപാത്രങ്ങളായി വരുമ്പോൾ രാവണനെ വലിയ ഉയർന്ന ഒരു തലത്തിൽ കഥകളിയിൽ അവതരിപ്പിക്കാൻ യാതൊരാൾക്കും ഒരു തടസ്സവുമില്ല. നോക്കൂ, ഒരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റും രാമനായിട്ട് വേഷം കെട്ടാറില്ല. പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ വേഷം കെട്ടുന്നത് രാവണനായിട്ടാണ്. എല്ലാ ആക്ടിങ് പോസിബിലിറ്റീസ് ഉള്ളത്, പെർഫോമിംഗ് പോസിബിലിറ്റീസ് ഉള്ളത് രാവണനാണ്. രാവണനെ ഒരു നീതിമാനായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു മടിയും കൂടാതെ രാവണനെ ഒരു ഹീറോ പോലെ പ്രസന്റ് ചെയ്യാൻ കഥകളി സ്റ്റേജിൽ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് ടോളറേറ്റ് ചെയ്യാൻ ഒരു മടിയുമില്ല കഥകളി ആസ്വാദകർക്ക്. കാരണം കഥ എല്ലാവർക്കും അറിയാം, കഥകളി കാണാൻ വരുന്നവർക്ക് എന്താണ് അതിനകത്ത് പരിണാമഗുപ്തിയെക്കുറിച്ചുള്ള യാതൊരു ശങ്കയുമില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ മനോധർമ്മത്തിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ആണ് കഥകളി ആസ്വാദകരെ അവിടെ പിന്നെ പ്രധാനമായിട്ടും അവരുടെ കൺസേൺ ആ സമയത്ത്, അല്ലേ? അപ്പം ഈ കഥകളൊക്കെ തന്നെ ഒരു ആന്റി സ്റ്റാറ്റസ്കോ ആയിട്ട് നമ്മുടെ ഒരു ബിലീഫ് സ്ട്രക്ചർ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾക്ക് അതിൻ്റെ പോസിബിലിറ്റീസ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കഥകളിയിലെ രണ്ടാമത്തെ ഒരു വശമായിട്ട് എനിക്ക് തോന്നിയത്. ഇനി അത് ദൈവങ്ങളുടെ കഥകളിൽ മാത്രമല്ല, അല്ലാത്ത കഥകളിൽ കൊടുക്കുക. ഇപ്പം
പിന്നെ പാണ്ഡവന്മാര് ദൈവങ്ങളല്ലല്ലോ, അത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ഭീമൻ ഒളിവിൽ താമസിക്കുമ്പോൾ, വലലൻ ആയിട്ട് ഒളിവിൽ താമസിക്കുമ്പോൾ, പാചകക്കാരനായിട്ട് താമസിക്കുമ്പോൾ, കീചകവധം, കഥകളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ പെർഫോം ചെയ്യുന്നത് വലലനായിട്ടല്ല, അല്ലെങ്കിൽ ഭീമനായിട്ടല്ല. അവർ പെർഫോം ചെയ്യുന്നത് കീചകനായിട്ടാണ്. കീചകവധത്തിലെ കീചകനാണ് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ്. അവിടെ ശരിക്കു പറഞ്ഞാൽ ഈ ഭീമൻ അവിടെ ഒരു ഉപനായകൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഹീറോ മാത്രമാണ്. റിയൽ ഹീറോ അവിടെ ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് കീചകനെ പ്രസന്റ് ചെയ്യുന്നതെങ്കിലും ആ കഥാപാത്രത്തിന്റെ പോസിബിലിറ്റീസ് ആണ് ഒരു ആർട്ടിസ്റ്റിക് പെർഫോമൻസിൽ അവിടെ വലുതായി വരുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കാം? ഈ ആന്റി ഹീറോസ് ആയിട്ട് വിശ്വാസം പറയുന്ന ആളുകൾക്ക് വലിയ പൊലിമ വരുന്ന മട്ടിലാണ് കഥകൾ മുഴുവൻ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഏത് കഥ എടുത്താലും അങ്ങനെയാണ്. ഹനുമാൻ കല്യാണ സൗഗന്ധികം തേടിക്കൊണ്ട് ഭീമൻ പോകുമ്പോൾ അവിടെ തടയുകയാണ് ഹനുമാൻ. വാലുകൊണ്ട് വാലെടുത്ത് മാറ്റാൻ പറയുന്നു, വാല് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ആ സംഭാഷണങ്ങൾക്കകത്ത് പോകുന്ന സംഗതി വായുപുത്രനാണ്, അല്ലെ? രണ്ടുപേരും വായുപുത്രന്മാരാണ്. അപ്പം ആ സംഭാഷണങ്ങൾക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ പലതും നമുക്ക് ഒരു സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ ഒരു വിശ്വാസ ലോകത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കഥകളി സ്റ്റേജിൽ ഈ കഥാപാത്രങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും. വിളിച്ചു പറയല്ല, പറയുന്നില്ല, അഭിനയിക്കാനും പാടാനും, പാടുന്ന ആൾ പാടുകാനും അഭിനയിക്കാനും ഒക്കെ പറ്റും. അതിന്റെ പോസിബിലിറ്റീസ് അനന്തമാണ്. കഥകളി എന്തുകൊണ്ടാണ് ഒരു ആന്റി സ്റ്റാറ്റസ്കോ ആർട്ടാണ് എന്ന് പറയുന്നത് എന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഒറിജിൻ ഒരു വിശ്വാസ സംബന്ധിയായിട്ടാണോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരും. അത് പിന്നീട് എനിക്ക് പഠിക്കാൻ കുറെ കൂടി ഗൗരവമായ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കഥകളി ആരംഭിക്കുന്നത് എഗെയിൻ നിലവിലുള്ള വിശ്വാസ സംഹിതയുമായിട്ടുള്ള ഒരു കൗണ്ടർ പോയിന്റിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഗുരുവായൂരിൽ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ഒരു കളി നടക്കുന്നുണ്ട് സ്ഥിരമായിട്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ കൃഷ്ണനാട്ടത്തിനകത്ത് ഒരു മാസ്ക് ആണ് അണിയുന്നത്. കൃഷ്ണന്റെ ഒരു നൃത്തമാണത്. കൃഷ്ണനാട്ടം ഒന്ന് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. സാമൂതിരിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു സെന്ററാണത്. അത് കൊട്ടാരക്കര രാജാവ്, കൊട്ടാരക്കര തമ്പുരാൻ എന്ന് പറയുന്ന രാജാവിന് ഈ പറയുന്ന കൃഷ്ണനാട്ടം അവിടെ ഒന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം വരും, അദ്ദേഹത്തിന്റെ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തിയിട്ട്. പക്ഷെ ദാറ്റ് വാസ് നോട്ട് അലൗഡ്, അത് അനുവദിക്കപ്പെടുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന് വെളിയിൽ നിന്ന് ഈ കൃഷ്ണനാട്ടത്തിന് പോകാൻ പറ്റില്ല എന്ന ഒരു തീരുമാനമാണ് അന്ന് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളിൽ നിന്നും ഒക്കെ വരുന്നത്. അപ്പൊ അതിന് ബദലായിട്ട്, അതായത് ആ ക്ഷേത്ര തീരുമാനത്തിന് ബദലായിട്ട് ഒരു പുതിയ നൃത്തരൂപം ഉണ്ടാവുകയാണ്. കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നൃത്തരൂപം അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നു. ഒറ്റ വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. കൃഷ്ണനാട്ടത്തിന് മുഖംമൂടിയാണ്, മാസ്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ രാമനാട്ടത്തിന് മുഖത്ത് ചിത്രം വരച്ചാണ് ഈ മുഖം ഉണ്ടായത്. മാസ്ക് ഉണ്ടാക്കാൻ ഉള്ള തയ്യാറെടുപ്പാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അതല്ലെങ്കിൽ അതിന്റെ ഫേഷ്യൽ പോസിബിലിറ്റീസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ നമുക്കറിയില്ല. ഏതായാലും മുഖത്ത് പെയിന്റ് അടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കളർ കൊടുത്തിട്ടാണ് ഈ രാമനാട്ടം ആരംഭിക്കുന്നത്. രാമനാട്ടത്തിന് കിരീടത്തിന്റെ രൂപത്തിന് വ്യത്യാസം വന്നു. അങ്ങനെ ഈ കൃഷ്ണനാട്ടവും അതിന് ബദലായി വന്ന, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന് വെളിയിൽ ഇത് പെർഫോം ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന മൊണോപ്പൊളി കൺസെപ്റ്റിന് എതിരായിട്ട് ഒരു പ്രാദേശിക രാജാവ് അദ്ദേഹം രാമനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ഏതാണ്ട് തത്തുല്യമായിട്ട് ഒരു സ്തുതിഗീതങ്ങൾ പാടുന്ന ഒരു സംഗതിയായിട്ട് രാമനാട്ടം വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്താണ് കോട്ടയത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. കോട്ടയത്ത് തമ്പുരാൻ, ഞാൻ ഈ കഥ പറയുന്നത് എല്ലാവർക്കും പരിചയമില്ലാത്തതുകൊണ്ടാണ്. കോട്ടയം, ഇന്നത്തെ ഈ കോട്ടയം നമുക്ക് അറിയാവുന്ന ഈ ഡിസ്ട്രിക്ട് കോട്ടയമല്ല, മലബാറിലൊരു കോട്ടയമുണ്ട്. അവിടെയുള്ള ഒരു കൊച്ചു രാജ്യമാണ് കോട്ടയം. ആ കോട്ടയത്ത് തമ്പുരാൻ എന്നറിയപ്പെടുന്ന അവിടുത്തെ രാജാവ്, അന്നത്തെ ഈ രാജാക്കന്മാർക്കൊക്കെ വളരെ വലിയ ജോലികളൊന്നുമില്ല, അവർ പല ആൾക്കാരും കലകളിലൊക്കെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് കഴിയുന്ന ആൾക്കാരാണ്. കോട്ടയത്ത് തമ്പുരാൻ ഇതിനെ ഈ കൃഷ്ണനാട്ടത്തിലെ ആശയത്തെയും അല്ലെങ്കിൽ രാമനാട്ടത്തെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹമാണ് ആദ്യം കഥകളി എന്ന് പറഞ്ഞൊരു സാധനം പുതുതായിട്ട് ഉണ്ടാക്കുന്നത്. ദാറ്റ് വാസ് നോട്ട് ഫോർ എ ടെമ്പിൾ. അതാണ് ഓർക്കേണ്ടത്. അത് രാജകൊട്ടാരത്തിലെ കൊട്ടാര സദസ്സിന് വേണ്ടിയിട്ടാണ് കഥകളി അവിടെ കോട്ടയത്ത് ഉണ്ടാകുന്നത്. അദ്ദേഹമാണ് വളരെ പ്രധാനപ്പെട്ട ഇന്നറിയപ്പെടുന്ന കഥകളിൽ ഏറെയും രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. മഹാഭാരതത്തിലെ കഥകളും ഒക്കെ എടുത്തിട്ട് അതിനകത്ത് ഉപകഥകളൊക്കെ എടുത്തിട്ട് അദ്ദേഹം പല കഥകളും രചിക്കുന്നു, അതവിടെ പെർഫോം ചെയ്യുന്നു, ആർട്ടിസ്റ്റുകളെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കഥകളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുകയാണ്. ഇപ്പൊ അതേക്കുറിച്ചുള്ള പല രേഖകളും ഒക്കെ തന്നെ ലഭ്യമാണ്. കഥകളി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എഗെയിൻ അന്ന് വരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ വ്യത്യസ്തമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും കിട്ടാവുന്ന പല വേഷ സംവിധാനങ്ങളും ഇതിനകത്തേക്ക് സന്നിവേശിക്കപ്പെടുകയാണ്. കഥകളിയുടെ ഉടുത്തുകെട്ട്
അതിന് 2 സോഴ്സ് ഉണ്ട് എന്ന് വേണേൽ പറയാം. ഒരു സോഴ്സ് തമിഴ്നാട്ടിലെ ഈ ഒരു കുതിരയുടെ രൂപത്തിലുള്ള ഒരു പൊയ്ച്ചാട്ടമുണ്ട്, അതിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിരീടം എന്ന് പറയുന്നതിനകത്തുള്ള ചിത്രപ്പണികൾ ബംഗാളിൽ നിന്നാണ് കിട്ടിയത്. ഇങ്ങനെ വംഗദേശത്ത് നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയുള്ള പല രൂപങ്ങളും രീതികളും ഒക്കെ ഇതിനകത്തേക്ക് സന്നിവേശിക്കപ്പെടുകയാണ്. അതിനു മുമ്പുണ്ടായിരുന്ന തെയ്യം തിറ തുടങ്ങിയ കലാരൂപങ്ങളിൽ നിന്ന് കലാശം എന്ന് പറയുന്ന ഒരു ചവിട്ട്, ഈ കഥകളിയിലെ ഈ നൃത്തരൂപം അവിടെ നിന്ന് സന്നിവേശിക്കപ്പെടുന്നു. അതിനുണ്ടാകുന്ന സംഗീതം, സോപാനത്തിലാണ് കഥകളി പാട്ടുകൾ മുഴുവനും എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് വളരെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ പോകുന്ന സോപാന സംഗീതത്തിലുള്ള സംഗീതം ഉണ്ടാകുന്നു. ആ ഫേഷ്യൽ എക്സ്പ്രഷൻ നവരസങ്ങളുമായിട്ട് കൂടിച്ചേരുന്നു. മുദ്രകൾ, 64 മുദ്രകളുടെ പോസിബിലിറ്റീസ് വരുന്നു. അങ്ങനെ കഥകളി എന്ന നിലയിൽ രൂപപ്പെടുത്തിയത് കോട്ടയത്ത് തമ്പുരാനാണ്. അത് ഒരു കൊട്ടാര നൃത്ത രൂപമായിട്ടാണ് വരുന്നത്, കൊട്ടാരത്തിൽ പെർഫോം ചെയ്യുന്നതിനാണ് വരുന്നത്. കഥകളി പിന്നീട് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ രാജകൊട്ടാരങ്ങളിലാണ്, ചെറിയ രാജകൊട്ടാരങ്ങളാണ് ഇതിന്റെ പോസിബിലിറ്റീസ് പിന്നോട്ട് വരുന്നത്. എപ്പോഴാണ് പിന്നീട് കഥകളി ക്ഷേത്രങ്ങളിലേക്ക് പോയതും ക്ഷേത്രങ്ങളിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയതും വെളിയിൽ മറ്റാർക്കും കാണാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായതും എന്നുള്ളതിനെ കുറിച്ച് പല ആൾക്കാരും എഴുതിയിട്ടുണ്ട്. വള്ളത്തോളും മറ്റത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന്റെ പാർട്ടായിട്ട് നമുക്ക് ഈ ക്ഷേത്രങ്ങൾക്ക് ഒരു കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടായി. രാജവംശങ്ങളുടെ പൊതുവെ ഡിക്ലൈൻ ഉണ്ടായി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അതിനോട് പോർച്ചുഗീസ് കാലഘട്ടത്തിലും ഒക്കെ തന്നെ ഈ രാജ കൊട്ടാരങ്ങൾക്കുണ്ടാകുന്ന ഡിക്ലൈൻ, അതിൻ്റെ മേലുണ്ടാകുന്ന പൊളിറ്റിക്കൽ കൺട്രോൾ തുടങ്ങിയ പല കാര്യങ്ങളും വരുമ്പോൾ കഥകളി ഉൾപ്പെടെയുള്ള അന്നുണ്ടായിരുന്ന പല രൂപങ്ങൾക്കും ഒരു പുതിയ സെന്റർ ഓഫ് ആക്ടിവിറ്റി വേണ്ടി വന്നു. അത് അക്കാലത്ത് ക്ഷേത്രങ്ങളിലേക്ക് ഈ സാംസ്കാരിക ക്ഷേത്രങ്ങൾ, അക്കാലത്തെ രാജകൊട്ടാരങ്ങളും രാജവംശങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നത്. അത് നമ്മൾ അതിന് വലിയ ദുഃഖിപ്പിച്ചിട്ട് ഇന്നത്തെ ഒരു സെക്കുലർ സമൂഹത്തിന് വലിയ ദുഃഖം തോന്നിയിട്ട് കാര്യമില്ല. കാരണം പാശ്ചാത്യ ലോകത്താണെങ്കിൽ അത് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ഡെവലപ്പ് ചെയ്തത്. ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും മുൻകാലത്ത് ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു, ഇതൊക്കെ തന്നെ ഹൈന്ദവ രാജ്യങ്ങളായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ പെർഫോമൻസ് വരുന്നുണ്ട്. എന്നാൽ രാജവംശങ്ങൾ ശക്തി കുറഞ്ഞപ്പോൾ ഇത് ക്ഷേത്രങ്ങളിലേക്ക് ഇതൊരു വലിയ ഷിഫ്റ്റ് ഓഫ് പെർഫോമിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുകയാണ്. അത് നടക്കുന്ന ഒരു സമയത്ത് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, സമാനമായിട്ട് വേറൊരു കലാരൂപം, ഞാൻ 2-3 കാര്യങ്ങൾ, കൂടിയാട്ടം ഒരു ഉദാഹരണം പറയാം. അതിന് മുമ്പുണ്ടായിരുന്ന കഥകളിയേക്കാളൊക്കെ വളരെ വളരെ പഴയ ഒരു കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൽ നിന്നും കഥകളിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടിയാട്ടം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിലെ കഥയൊന്നും എടുത്തു നോക്കി. കൂടിയാട്ടത്തിൽ ഒരാൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ശിവനുമായി ബന്ധപ്പെട്ട കഥ പറയുമ്പോൾ അതിനകത്ത് ഈ പാർവതിയും ഗംഗയും തമ്മിലുള്ള, ഗംഗയെ ഒളിച്ചു വെക്കാനും അതിനുള്ള പാർവതിക്കുള്ള ദേഷ്യവും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന പരസ്പര കലഹവും അതുമായി ബന്ധപ്പെട്ട ശിവന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ശിവനെ ഒരല്പം പരിഹാസ രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് പലപ്പോഴും ഈ കൂടിയാട്ടം ഇപ്പോൾ പോലുള്ള പെർഫോമൻസിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസിക്കും അക്കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഈ ദൈവങ്ങളെ കൊണ്ട് കലഹിക്കാനും അവരെപ്പറ്റി തമാശ പറയാനും അവരെ വിമർശിക്കാനും ഈ കഥകളെ ഒന്ന് മാനിപ്പുലേറ്റീവായിട്ട് പറയാനും ഒക്കെ തന്നെ ഒരു മടിയുമില്ലാത്ത രീതിയിലാണ് ഈ കഥകളുടെയൊക്കെ വികാസം വരുന്നത്. ഈ കഥാരൂപങ്ങളുടെയും ഈ കലാരൂപങ്ങളുടെയും വികാസം വരുന്നത്. കൂടിയാട്ടത്തിൽ ശിവനെ പരിഹസിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. അതല്ലെങ്കിൽ കഥകളിയിൽ രാമനെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ബാലിയെ അവതരിപ്പിക്കാൻ ഒരു മടിയുമില്ല. വലിയൊരു ഹീറോ ആയിട്ട് രാവണനെ അവതരിപ്പിക്കാൻ യാതൊരു മടിയുമില്ല. ഈ പറയുന്ന ഒരു പ്രത്യേകത കഥകളിയിൽ മാത്രമല്ല തുടങ്ങിയത്, അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചകമാണ് ഈ കൂടിയാട്ടത്തിൽ കാണുന്ന ഈ കഥകളുടെ പ്രസന്റേഷന്റെ രീതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കലാരൂപം നമുക്കൊക്കെ അറിയാവുന്ന, ക്ഷേത്രങ്ങളിൽ വളരെ പ്രചാരത്തിൽ വന്ന ഒരു ചാക്യാർ കൂത്ത്. ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുമ്പോൾ ഈ പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന വിദൂഷകന്റെ ഒരു പതിപ്പാണ് ചാക്യാർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായി സമൂഹത്തിന്റെ പൊതുവായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടാൻ ഒരു വേദിയായിട്ട് അമ്പലവേദിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അമ്പലത്തിനുള്ളിൽ നടക്കുന്ന ഈ ചാക്യാർ കൂത്തിന് കഴിയുമായിരുന്നു. അവിടെ പ്രമാണിമാരൊക്കെ ഇരിക്കുമ്പോൾ അവരെയൊക്കെ പരിഹസിച്ചും വിമർശിച്ചും വളരെ മധുരത്തിൽ പൊതിഞ്ഞ് അവർക്കെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചും അപ്പോൾ ആൾക്കാർ ചിരിക്കുകയും അതുകൊണ്ട് ആ വിമർശനം കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും വേണ്ട തിരുത്തൽ വരുത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ കറക്ഷൻ ഫോഴ്സും കൂടിയായിരുന്നു ചാക്യാർ കൂത്ത്, അല്ലെ? അതിന്റെ ക്ഷേത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പം ആ ചാക്യാർ കൂത്തിന്റെ പെർഫോമൻസ് ക്ഷേത്രത്തിൽ മിഴാവ് കൊട്ടുന്ന ആൾക്ക് കൊട്ടാനുള്ള ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓട്ടംതുള്ളൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് എത്രമാത്രം അത് ലെജിറ്റിമൈസ് ചെയ്യപ്പെടാൻ എനിക്കറിയില്ല. എങ്കിലും പിന്നീട് ഓട്ടംതുള്ളൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാര് ഇത് ക്ഷേത്രത്തിന് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. പൊതുവേദികളിലൊക്കെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ എല്ലാറ്റിനെയും വിമർശിക്കാൻ, അതായത് സ്റ്റാറ്റസ് കോയെ വിമർശിക്കാൻ കലാകാരനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് കഥകളിയിൽ അതിന്റെ സ്റ്റൈലൈസ് ക്ലാസിക്കൽ ഫോമിലാണെങ്കിലും അല്ലെങ്കിൽ കൂടിയാട്ടത്തിൽ അതിന്റെ പ്രാഗ് രൂപത്തിലാണെങ്കിലും ദൈവങ്ങളെയും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളായ രാജാക്കന്മാരെയും ഒക്കെ വിമർശിക്കാനും അവരുടെ കുറ്റങ്ങൾ പറയാനും അല്പം പരിഹാസത്തോടെ അവരെ കൈകാര്യം ചെയ്യാനും അവരോട് കലഹിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത് ഈസി ആയിട്ട് കൊടുത്തിരുന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഈ വിശ്വാസത്തിന്റെ വലിയ മസിലിപിടുത്തം ഇല്ലാത്തൊരു വലിയ റിലീസിങ് ഉണ്ടായിരുന്നു. ഇത് കഥകളിയിൽ അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓട്ടംതുള്ളലിൽ അത് രണ്ടു തരത്തിലാണ്. കഥകളി അതിന്റെ ഒരു സ്റ്റൈലൈസ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് എല്ലായിടത്തും വലിയ അംഗീകാരം കിട്ടുമ്പോൾ പോലും സാധാരണക്കാരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. കഥകളിക്ക് അതിൻ്റെതായ ഒരു ഭാഷ ഉണ്ട് അല്ലേ? കഥകളി മനസ്സിലാക്കണമെങ്കിൽ കഥകളിയുടെ മുദ്ര എന്താണെന്ന് മനസ്സിലാക്കണം, ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, ഈ കഥ എന്താണെന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം, ഈ കലാകാരൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കഥകളിയിലെ കഥ അതും കൂടി അറിഞ്ഞിരിക്കണം. എന്നാലേ കഥകളി ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു താളബോധം വേണം. മേളം മുറുകുമ്പോൾ അത് എന്താണ് അതിനെ കലാരൂപത്തിലേക്ക് അത് സന്നിവേശിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു സെൻസിബിലിറ്റി, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഥകളി ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെ? കഥകളി ആസ്വദിക്കുന്നവരുണ്ട്, ആസ്വദിക്കുന്നത് ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിളാണെന്ന് കരുതി ആസ്വദിക്കുന്നു എന്ന് അഭിനയിക്കുന്നവരുണ്ട്. ഏതായാലും കഥകളി ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറിയപ്പോൾ ആന്റി സ്റ്റാറ്റസ് കോ ആണ് അതിന്റെ കണ്ടന്റ്, പക്ഷേ അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അത് എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രാധാന്യം വീണ്ടും കൂടി. പിന്നെയും ഉണ്ട് കഥകളിക്ക് ഒരു അടുത്ത സ്റ്റേജ്. അത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്വാതി തിരുനാളിന്റെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ, നമ്മൾ ഇന്നറിയപ്പെടുന്ന പ്രധാന തിരുവിതാംകൂർ രാജവംശം അല്ലെ, മാർത്താണ്ഡവർമ്മയിൽ നിന്ന് തുടങ്ങുന്ന, അതാണ് ഒരു ബേസിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ കഥകളിയെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ഇത് വടക്ക് നിന്ന് തെക്കോട്ടി കഥകളിയെ കൊണ്ടുവന്നവരിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വളരെ വലുതാണ്. അദ്ദേഹം പ്രമുഖരായ പല ആർട്ടിസ്റ്റുകളെ വിളിച്ചിരുത്തിയിട്ട് അവരോട് കഥകളി എഴുതാൻ പറയുകയാണ്, കഥകളി പദങ്ങൾ എഴുതാൻ പറയുകയാണ്. അത് ഉണ്ണായി വാര്യരെ വിളിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ഇതിനിടയ്ക്ക് ചമ്പകശ്ശേരിയിൽ നിന്ന് അവിടുത്തെ രാജാവുമായി വഴക്കുണ്ടാക്കി അദ്ദേഹം ഒരു പ്രവാസം അവിടെ നിന്ന് ചാടിപ്പോന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം ഈ മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തോട് തുള്ളൽ എഴുതാനല്ല പറയുന്നത്, മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിലെ ആൾക്കാർ അദ്ദേഹത്തോട് കഥകൾ എഴുതാനാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി വീണ്ടും ചെമ്പകശ്ശേരിയിൽ എത്തുകയാണ് ചെയ്യുന്നതാണ് പറയുന്നത്. ഏതായാലും അവിടെ നിന്നുണ്ടായി വലിയ ഗംഭീരമായ ചില കഥകളികൾ. നളചരിതം നമുക്ക് കഥകളി കിട്ടുന്ന അവിടെയാണ്. കഥകളി നോക്കൂ, കഥകളി ദൈവങ്ങളിൽ നിന്ന് മാറിയിട്ട് മഹാഭാരതത്തിലെ ഒരു അതിഗംഭീരമായ ഒരു പ്രണയകഥയിലേക്ക് ഉള്ള ഒരു മാറ്റമാണ്. മഹാഭാരതത്തിൽ പല കഥകളുണ്ട് അല്ലേ? കൃഷ്ണനും അർജുനനും ഒക്കെ വരുന്നു, മഹാഭാരത യുദ്ധം വരുന്നു, അതിനകത്തടങ്ങുന്ന റിലീജിയസ് കണ്ടന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ എത്രയോ നാടകീയമായ മുഹൂർത്തങ്ങളുണ്ട്. നളന്റെയും ദമയന്തിയുടെയും പ്രണയകഥ, അത് സ്റ്റേജിൽ അതിന്റെ പോസിബിലിറ്റീസ് ഇന്നത്തെ പ്രധാനപ്പെട്ട കഥകളി ആചാര്യന്മാരെയൊക്കെ കണ്ടിട്ടുള്ള പല ആൾക്കാർക്കും അറിയാം. ഉദാഹരണത്തിന് ഗോപിയാശാൻ, നളചരിതം 2-ാം ദിവസത്തിൽ ഗോപിയാശാൻ നളനായിട്ടും കോട്ടക്കൽ ശിവരാമൻ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ദമയന്തിയായിട്ടും വേഷം കെട്ടുന്ന ആ ജോഡിയുടെ പ്രണയത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ സാധാരണ പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയൊക്കെ തന്നെ അതിനെയൊക്കെ പല ഡൈമെൻഷനിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന അതിമനോഹരമായൊരു സംഗതിയാണിത് അല്ലെ? അങ്ങനെ കഥകളി അത് അതിൻ്റെ ആ റിലീജിയസ് കണ്ടന്റിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് പുതിയ രൂപങ്ങളിലേക്ക് വരുന്നുണ്ട്. ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കലാ എക്സ്പോണൻസിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കഥകളിക്കകത്ത് ഇതിൽ അവസാനിക്കുമ്പോൾ അനന്തപത്മനാഭനെ സ്തുതി പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് എന്ന് പറയുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. മറ്റേ കോട്ടയത്ത് തമ്പുരാന്റെ കാര്യത്തിൽ അതല്ല ഉള്ളത്. ഇവിടെ വരുമ്പോൾ അത് പത്മനാഭനെ സ്തുതി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന എൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ രണ്ട് പ്രധാന മേഖലകളിൽ നിന്ന് കഥകളി വരുന്നുണ്ടെങ്കിലും കൊട്ടാരങ്ങളിൽ നിന്ന് കഥകളിക്കൊരു പടിയിറക്കം ഉണ്ടാകുന്നത് സ്വാതി തിരുനാളിന്റെ മരണത്തിന് ശേഷമാണ്. അപ്പം ഇത് ക്ഷേത്രങ്ങളിൽ ആയിരുന്നു കഥകളി, ക്ഷേത്രകലയാണ് എന്നാണ് പിൽക്കാലത്തൊക്കെ അറിയപ്പെടുന്നതെങ്കിലും കഥകളി ക്ഷേത്രകലയായിരുന്നില്ല. യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിലെ കലയായിരുന്നു. രാജകൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ക്ഷേത്രകലയാണെന്ന് പറയാമെങ്കിലും പ്രൈമറിലി ഇറ്റ് വാസ് കണക്റ്റഡ് വിത്ത് ദി റോയൽറ്റി. അങ്ങനെയാണ് കഥകളി വരുന്നത്. പിന്നീട്
സ്വാതി തിരുനാളിന്റെ മരണശേഷം ഞാൻ അത് മറ്റൊരു അവസരത്തിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ തോന്നി. ഞാൻ അതേക്കുറിച്ച് കുറേയേറെ വായിക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. സ്വാതി തിരുനാളിന്റെ ദൗർഭാഗ്യകരമായ മരണം എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന്റെ ഫണ്ട് മുഴുവൻ അന്ന് ബ്രിട്ടീഷുകാർ വെട്ടിക്കുറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ വലിയ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ നിരവധി ദിവസങ്ങൾ ഇരുന്ന് അതിന്റെ അവസാനത്തിൽ അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം ഈ നൃത്തകലയുടെ പോഷണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും മറ്റു ഒരുപാട് നർത്തകിമാരെ അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവന്നു. അവർക്കൊക്കെ താമസിക്കാൻ സൗകര്യമുണ്ടാക്കി. അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വലിയ വിദഗ്ധന്മാരെ കൊണ്ടുവന്നു. അപ്പൊ ഇവരെയൊക്കെ താമസിപ്പിക്കുന്നു. അവിടെ കലയുടെയും സംഗീതത്തിന്റെയും വലിയൊരു സെന്റർ ആയിട്ടാണ് തിരുവനന്തപുരം മാറുകയാണ്. എന്നാൽ ഈ വാൺസ് ദി ഫണ്ടിങ് വാസ് ഓവർ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പ്രധാന കലാരൂപത്തിനുണ്ടായ ഒരു പരിണതിയും കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ ആദ്യകാലത്തെ പേര് ചിങ്കാര കൂത്തുപാട്ട് എന്നാണെന്നാണ് ഇക്കാര്യത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ലീല ഓംചേരി പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഏതായാലും ഒരു പ്രലോഭനകരമായ യുവതിയുടെ നൃത്തം ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്ന അതിമനോഹരമായ ഈ നൃത്തരൂപം വലിയ പോസിബിലിറ്റീസോടുകൂടി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കർണാട്ടിക് മ്യൂസിക്കിൽ ഉണ്ടാക്കിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കഥകളിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ സ്വാതി തിരുനാളിന്റെ അവസാനത്തോടുകൂടി ഈ സ്റ്റേറ്റ് ഫണ്ടിങ് ഇല്ലാണ്ടാവുകയാണ്. അതിന് ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് അതിനകത്ത്. ആ സ്റ്റേറ്റ് ഫണ്ടിങ് ഇല്ലാണ്ടാകുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എവിടെ പോകും? അന്ന് പ്രധാനമായിട്ടും വന്ന നർത്തകികളുടെ ഭാവിയാണ് ബുദ്ധിമുട്ട് വന്നത്. അവർ പലരും അവരുടെ അടിസ്ഥാന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചാണ് ഇവിടെ ഒരു രാജാവ് തന്നെ ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് വേരുകളൊക്കെ വിച്ഛേദിച്ച് വന്ന ഒരുപാട് പേരുണ്ട്. അവർ പോകാൻ പറ്റിയ ധനസ്ഥിതി ഉണ്ടായിരുന്നവരും ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരും ഒക്കെ തിരിച്ചുപോയി. പോകാൻ പറ്റാതെ വന്ന ഒത്തിരി പേരുണ്ട്. അവരിൽ പല ആൾക്കാരും അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പുതിയ വേദികൾ അവർ തേടാൻ തുടങ്ങി. ഈ പല നൃത്തരൂപങ്ങൾക്കും പുതിയ വേദികൾ ഉണ്ടാകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകേണ്ടി വരുമ്പോൾ ഒരു പുതിയ സെറ്റ് ഓഫ് പെർഫോമിംഗ് സെന്റേഴ്സ് ഉണ്ടാവുകയാണ്. ധനാഢ്യരായ ആൾക്കാർ നമ്പൂതിരി ഭവനങ്ങളിൽ അവിടെ അവരുടെ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് കഥകളി ഉൾപ്പെടെയുള്ള ഈ നൃത്തരൂപങ്ങളൊക്കെ എത്തിച്ചേരുന്നു. സമ്പന്നരായ നായർ ഭവനങ്ങളിൽ നൃത്തങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഇത് സ്പോൺസർ ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി വന്നു. അപ്പൊ അതൊരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണ് അല്ലെ. ഒരു രാജാവിൽ നിന്ന് പ്രഭുക്കന്മാരിലേക്കുള്ള ഒരു യാത്ര എന്ന് വേണേൽ പറയാം. പക്ഷെ എല്ലാവർക്കും ആ പോസിബിലിറ്റീസ് കിട്ടുന്നില്ല. പ്രാദേശിക ഉത്സവങ്ങളിൽ ചില ആൾക്കാർ പെർഫോം ചെയ്യുന്നു. അപ്പോഴേക്കും പല നർത്തകികളും അവർക്ക് ഫിനാൻഷ്യലി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അവരിൽ ചില ആൾക്കാരെ ലീല ഓംചേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അധപ്പതിച്ചു പോയി എന്നാണ് അവർ പറയുന്നത്. അവർ വളരെ വിശദമായി പറയുന്നില്ല, എങ്കിലും അവർ അതേക്കുറിച്ച് ഒരു ദീർഘമായ സംഭാഷണത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അവരുടെ PhD തീസിന് ആ വിഷയമാണ്. അവരിൽ പല ആൾക്കാരും ഒരു ഒരു ജീവസന്ധാരണത്തിന് വേണ്ടി വ്യഭിചാര വൃത്തിയിലേക്ക് പോകേണ്ടി വന്നു ചില ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഈ മോഹിനിയാട്ടം എന്ന് പിൽക്കാലത്ത് അറിയുന്ന ഈ നൃത്തരൂപത്തിന് ഒരു വലിയ ദുഷ്പേരുണ്ടാവുകയാണ് അതോടുകൂടി. അപ്പം അങ്ങനെ മോഹിനിയാട്ടം പെർഫോമേഴ്സ് ഇല്ലാണ്ടായി തീർന്നു എന്ന് തന്നെ പറയാം. പഴയ പെർഫോമേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരാരും തന്നെ നമ്മുടെ കൺവെട്ടത്തില്ലാതായിപ്പോയി. ആ സമയത്താണ് വള്ളത്തോൾ കലാമണ്ഡലവുമായിട്ട് വരുന്ന ഒരു സംഗതി. മോഹിനിയാട്ടം പൂർണ്ണമായും അതിന്റെ 3-4 തലമുറകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. അങ്ങനെ വരുമ്പോൾ മോഹിനിയാട്ടത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി വള്ളത്തോൾ നടത്തിയ ഒരു ശ്രമം ഒരുപക്ഷെ നമ്മുടെ ഈ കലാരൂപങ്ങളുടെ ഒരു പുനരാവിഷ്കരണത്തിന് വേണ്ടി നടന്ന ഏറ്റവും വലിയ ശ്രമങ്ങളിലൊന്നാണെന്നാണ് പറയാം. എന്തായിരുന്നു മോഹിനിയാട്ടത്തിലെ നർത്തകിയുടെ വേഷം? വള്ളത്തോളിന് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അറിഞ്ഞു ഒരു പഴയ ഒരു നൃത്ത പരമ്പരയിൽപ്പെട്ട ചിങ്കാരക്കൂത്ത് എന്നാണ്. ചിങ്കാരം എന്ന് പറഞ്ഞാൽ ശൃംഗാരം തന്നെയാണ്. ശൃംഗാര കൂത്ത് എന്ന് പറയുന്ന നൃത്തം അല്ലെ, ശൃംഗാര നൃത്തം എന്ന് പറയുന്ന ചിങ്കാരക്കൂത്ത് നർത്തകിമാരിൽ ഒരാളുടെ കൊച്ചുമകളിൽ ഒരാളെ എവിടെയോ ഉണ്ടെന്ന് വള്ളത്തോൾ അറിയുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചില സഹചാരികളും കൂടി അവരെ കാണാൻ പോവുകയാണ്. അവർക്ക് അറിയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പാട്ടുകൾ പലതും ഇവര് റിക്കവർ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവരുടെ അന്നത്തെ വേഷം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ടൊന്ന് കിട്ടണം. അത് അദ്ദേഹം പലതവണ ശ്രമിച്ചിട്ടും അവർ കാണാൻ വിസമ്മതിക്കുകയാണ്. കാരണം ഇതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാതിരുന്നുകൊണ്ട് അവർ വള്ളത്തോളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസാന നിമിഷത്തിൽ പിന്മാറുകയും കൂടിക്കാഴ്ച സാധ്യമാകാതെ വരികയും ചെയ്തു. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന കേരള നൃത്തത്തിലും ഈ കാണുന്ന കേരള നൃത്തത്തിലേത് ഗുരു ഗോപിനാഥാണ് അതിന് വഴിയൊരുക്കിയത്. പക്ഷെ
ഈ മോഹിനിയാട്ടത്തിൽ ഇന്ന് കാണുന്ന വേഷ സംവിധാനം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചതും അത് രൂപകൽപ്പന ചെയ്തതും ഒക്കെ തന്നെ വള്ളത്തോളാണ്. പഴയ മോഹിനിയാട്ടത്തിന്റെ വേഷം ഇതായിരുന്നു എന്ന് പറയാൻ നമുക്ക് യാതൊരു ലഭ്യമായ രേഖകളും എൻ്റെ അറിവിൽ ഇല്ല. ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് വള്ളത്തോളാണ് കൃത്യമായിട്ട് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വേഷം അതിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ അതിന്റെ ആദ്യ രൂപത്തിലുണ്ടായിരുന്ന ചിങ്കാരക്കൂത്ത് ആയിട്ട് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സ്വാതി തിരുനാളിന്റെ ശേഷം ഇത് അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ ചിങ്കാരക്കൂത്തായിട്ട് അറിയുന്ന ആ സമയത്ത് പല വേദികളിലും മദ്യപാന വേദികളിലും ഒക്കെ നൃത്തം ചെയ്തിരുന്ന ആൾക്കാർ പാടിയിരുന്ന പാട്ടുകളുടെ ഒരു കളക്ഷൻ ചിങ്കാരക്കൂത്ത് പാട്ടുകൾ എന്ന പേരിൽ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും ലീല ഓംചേരിയും അവരുടെ മകൾ ദീപ്തി ഓംചേരി ഭല്ലയും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലഭ്യമായ ഒരു പുസ്തകം തന്നെയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ നൃത്തരൂപങ്ങൾക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ്. ഇതേ കാലയളവിൽ വേറെ ചില സംഗതികൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് നൃത്തം മാത്രമല്ല. നമുക്ക് കർണാട്ടിക് മ്യൂസിക്, ഇതൊക്കെ നമ്മളിപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടും തെക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഗീത പാരമ്പര്യം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ക്ഷേത്രങ്ങളിലേക്ക് ഈ കലാരൂപങ്ങൾ പോയപ്പോൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഇത് ഒതുങ്ങിപ്പോവുക എന്ന് പറയുന്ന ഒരു പുതിയ പ്രശ്നം വന്നു. നോക്കൂ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരിട്ട പ്രശ്നം തന്നെയല്ലേ ഇത്. ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഒരു സംഗതിയാണ്. ഇതാരാ നീ വന്നിട്ട് ഇത് ചെയ്യാൻ എന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ഈ ചോദ്യം പിന്നീട് കൂടിയാണ്, ഇത് ക്ഷേത്രത്തിന് വെളിയിൽ അവതരിപ്പിക്കാൻ ആർക്കാണ് അവകാശം? ഇത് വെളിയിൽ കൊണ്ടുപോകേണ്ട ഞങ്ങളുടെ ക്ഷേത്രത്തിനകത്ത സംഗതിയാണ്, നിങ്ങൾ ഇത് കാണേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വലിയ ഏറ്റുമുട്ടലാണ് അന്ന് വള്ളത്തോൾ നേരിട്ടത്. അദ്ദേഹം വലിയ യുദ്ധം തന്നെ ചെയ്തിട്ടാണ് പല കലാരൂപങ്ങളും കൂടിയാട്ടവും കഥകളി ഉൾപ്പെടെയുള്ള സംഗതികൾ ക്ഷേത്രത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നത്. ക്ഷേത്രത്തിലേക്ക് അത് പോകുന്നത് ഈ പറയുന്ന ആദ്യം പ്രഭുഭവനങ്ങളിലേക്കും പിന്നീട് ക്ഷേത്രങ്ങളിലേക്കും പിന്നീട് ക്ഷേത്രങ്ങളുടെ മൊണോപ്പൊളിയായിട്ട് അത് മാറുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അത് വീണ്ടും വെളിയിലേക്ക് വന്നു. ക്ഷേത്രങ്ങളാണ് അത് പരിപോഷിപ്പിച്ചതും അത് നിലനിർത്തിയതും ക്ഷേത്രങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ആദ്യകാലത്ത് രാജാക്കന്മാരുടെയും പിന്നീട് അക്കാലത്തെ പ്രഭുക്കന്മാരുടെയും പിന്നീട് ക്ഷേത്രങ്ങളുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ പല കലാരൂപങ്ങളും നിലനിന്നത്. പക്ഷേ അതിനൊരു എവല്യൂഷൻ ഉണ്ട്. ആ എവല്യൂഷനാണ് ഇത് വെളിയിലേക്ക് വീണ്ടും ജനങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത്. ആ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ആൾ വള്ളത്തോൾ തന്നെയാണ്. അദ്ദേഹം പല കലാരൂപങ്ങളും വെളിയിൽ കൊണ്ടുവന്നു. അപ്പോൾ വെളിയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടായ ചില സംഗതികളുണ്ട്. ഉദാഹരണത്തിന് ഇടയ്ക്ക ക്ഷേത്രത്തിനകത്ത് മാത്രം പെർഫോം ചെയ്യുമായിരുന്നു. അത് വെളിയിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കയിലേക്ക് വീണ്ടും വരാം. അത് ഞാൻ തന്നെ ഇടയ്ക്ക് പഠിക്കാൻ പോയൊരു കഥയുണ്ട്. അതിലേക്ക് പിന്നീട് വരാം. ഏതായാലും ഇങ്ങനെ ഒരു പുതിയ റെവല്യൂഷൻ ഉണ്ടാവുകയാണ്. കഥകളി പഠിക്കാനായിട്ട് മറ്റുള്ളവർ തയ്യാറാകും. അവിടെ കഥകളി പഠിക്കുന്ന ആരാണ്? മുമ്പ് ചില സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാർ മാത്രമേ കഥകളി പഠിക്കുകയുള്ളൂ. കേരള സമൂഹത്തിലെ ഉയർന്ന ജാതികളായി കരുതപ്പെട്ടിരുന്ന ആൾക്കാർക്ക് മാത്രമാണ് കഥകളി പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഒരുപക്ഷെ ചെണ്ടയുടെ കാര്യത്തിൽ വളരെ വിദഗ്ധരായിരുന്ന, ഇന്ന് നമ്മൾ ദലിതരായി കരുതുന്ന ചില ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാർക്ക് വലിയ പരമ്പരാഗതമായി തന്നെ വലിയ കഴിവുള്ളവരുണ്ട്. അവർക്ക് ചെണ്ട പെർഫോം ചെയ്യാൻ ക്ഷേത്രങ്ങളിൽ അനുവാദം ഉണ്ടായിരുന്നില്ല. കഥകളി സംഗീതത്തിൽ വലിയ പ്രാവീണ്യം നേടിയ ഒരാൾ മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ, കലാമണ്ഡലത്തിൽ വന്ന ആളാണെങ്കിൽ പോലും പെർഫോം ചെയ്യാൻ വിസമ്മതിക്കുന്ന ആൾക്കാരും ഇക്കാര്യത്തിൽ സങ്കുചിത മനസ്കൃതിക്കാരുണ്ട്. ഇത് ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചതാണ് ഇത് എന്ന് പറയാൻ ആർക്കും ഒരു മടിയുമില്ല. അതിനോട് അക്കാര്യത്തിൽ റെസ്പെക്ട് ഉണ്ട് താനും. ക്ഷേത്രങ്ങൾ എന്നത് ഞാൻ കരുതുന്നത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയോ നിലനിർത്തുകയോ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാത്രമല്ല, ചില കലാരൂപങ്ങളെയും ചില സംസ്കാരത്തിന്റെ പല ഭാഗങ്ങളെയും നിലനിർത്താൻ അത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ ആ വശത്തേക്കും കൂടി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ഷേത്രത്തിന്റെ വക്താക്കളായി ഇന്ന് വരുന്ന ആൾക്കാർ അതിനെ സങ്കുചിതമായ അതിന്റെ സാധ്യതകളിലേക്ക് അതിനെ ചുരുക്കിക്കളയാതെ അതിനെ ഓപ്പൺ അപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സിലേക്കും കൂടി വരേണ്ടതുണ്ട്. വള്ളത്തോൾ തുടങ്ങി വെച്ച ആ വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാന്ദർഭികമായിട്ട് ഇക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയട്ടെ. നിങ്ങളുടെ ഒരു വേദി ആയതുകൊണ്ട് ഇത് പറയാൻ എനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഈ പഴയ വിശ്വാസ കേന്ദ്രങ്ങൾ, അത് ഞാൻ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല പറയുന്നത്, ക്രൈസ്തവ ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ പഴയ മോസ്കുകളും ഉൾപ്പെടെ തന്നെയാണ് പറയുന്നത്. ഇത് അതാത് മതക്കാരുടെ മാത്രം സ്വത്താണ്. ഇപ്പോൾ കോട്ടയത്തെ തിരുനക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു സ്വത്താണ്.
കോട്ടയത്ത് വളർന്ന ഒരാൾ എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത് എൻ്റെയും കൂടിയാണ് ആ ക്ഷേത്രം എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു വിശ്വാസിയല്ല, കൃത്യമായ ഒരു നാസ്തികൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു നാസ്തികനായതുകൊണ്ട് എനിക്ക് അവിടെയുള്ള ആ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ കാണാനോ അതിൻ്റെ ചരിത്ര ഭംഗി ആസ്വദിക്കാനോ എന്നെ വിലക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വലിയ അനീതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസമില്ലാതെയും ഒരാൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് തിരുനക്കര ക്ഷേത്രത്തിനകത്തൊക്കെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമെങ്കിലും ഒരു ജാതി മതവും ഇല്ല എന്ന് സ്കൂൾ കാർഡുകളിൽ പോലും രേഖപ്പെടുത്തി വളർന്നു വന്ന ഞാൻ തിരുനക്കര അമ്പലത്തിനകത്തൊക്കെ കയറി എല്ലാം കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഞാനും കൂട്ടുകാരും കൂടി പോയിട്ട് അകത്ത് കയറിയിട്ട്, അത് വേറൊരു താല്പര്യമായിരുന്നു, കൗമാരപ്രായത്തിലാണ്. അവിടെ ഒരു വലിയ ഭംഗിയുള്ള അതിഗംഭീരമായ ഒരു മ്യൂറലുണ്ട്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. ആ മ്യൂറൽ അകത്താണ്, ചുവർചിത്രം ആണ്. കൃഷ്ണൻ ഗോപികമാർ കുളിക്കുമ്പോൾ കൃഷ്ണൻ ഈ വസ്ത്രമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് മരത്തെ കയറിയിരിക്കുകയാണ്. അപ്പൊ അർത്ഥനഗ്നരായ ഗോപികമാർ വസ്ത്രം ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണനോട് വരുമ്പോൾ കൃഷ്ണൻ അവരോട് മുകളിലേക്ക് കയറി വരാൻ പറയുന്ന ഒരു കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അങ്ങനെ കയറി വരുന്ന സ്ത്രീകൾ, അർത്ഥനഗ്നരായ സ്ത്രീകൾ കൃഷ്ണൻ വൃക്ഷത്തിൽ ഇരിക്കുന്നതുമായ ഒരു വലിയ മ്യൂറലുണ്ട്. അതിമനോഹരമാണ്. ഇത് ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇത് കാണേണ്ടതാണ് എന്ന് പറഞ്ഞു. കൗമാരപ്രായമാണ്. അപ്പൊ ഞാനും കുറച്ച് കൂട്ടുകാരും കൂടി കോട്ടയത്ത് നിന്ന് ചെറിയ ദൂരമേ ഉള്ളൂ, ഏറ്റുമാനൂർ പോയി ക്ഷേത്രത്തിൽ കയറി എല്ലാം ചുറ്റി നടന്ന് കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോന്നു. ഇന്നാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഇതൊന്ന് കാണാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനോട് തിരിച്ചു പോരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം അസഹിഷ്ണുത വളർന്നു വന്നിട്ടുണ്ട്. ഇതിനോട് ശത്രുതയോടെ അല്ല ഞങ്ങൾ പോകുന്നത്, അതിനെ അധിക്ഷേപിക്കാനും അല്ല പോകുന്നത്, കണ്ടാസ്വദിക്കാനാണ് പോകുന്നത്. ഭക്തിപൂർവം മാത്രമല്ല, കണ്ടാസ്വദിക്കാനും. അത് മ്യൂറൽ മാത്രമല്ല, ശില്പങ്ങളാണെങ്കിലും ഐക്കണോളജിയിൽ താല്പര്യമുള്ള ഒരാൾക്ക് ഇത് കാണാൻ പറ്റണം. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഐക്കണോഗ്രഫിയെ കുറിച്ച് അതിനുള്ളിലൊക്കെ പോയി കണ്ട് പഠിച്ച് ഒരു ലേഖന പരമ്പര തന്നെ എഴുതിയിട്ടുള്ള ഒരാളാണ് ഫാദർ. അദ്ദേഹം കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെ അകത്ത് പോയി അവിടുത്തെ വിഗ്രഹങ്ങളുടെ ഘടനയെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ ഹിസ്റ്റോറിക്കൽ ആംഗിളിൽ അദ്ദേഹത്തിന് കേരള ചരിത്രത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിലെ വലിയ ക്രൈസ്തവ ദേവാലയങ്ങൾ, വലിയ പഴയ ദേവാലയങ്ങൾ പലതും പ്രാർത്ഥനകളൊന്നും ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിലും വലിയ ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് ആണ് പലതും. 16-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഒക്കെ അന്നുണ്ടായിരുന്ന ഭരണകൂടവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വലിയ ഫണ്ടിങ് ഉപയോഗിച്ചും വലിയ വിദഗ്ധർ അതിനകത്ത് ഒരുപാട് അധ്വാനിച്ച് അതിമനോഹരമായ വലിയ കത്തീഡ്രലുകളുണ്ട്, വലിയ അതിമനോഹരമായ പെയിന്റിങ്സും ആർക്കിടെക്ചർ മാർവൽസും ഉണ്ട്. അത് ആർക്കും പോയി കാണാം. അവിടെ ഇപ്പോൾ അത് നമ്മളവിടെ ഇറവറിങ് മൈൻഡോട് കൂടി പോരുന്നുള്ളൂ. കാരണം നമ്മളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല പോകുന്നത്, അതിനെ കളിയാക്കാൻ വേണ്ടിയല്ല പോകുന്നത്. പക്ഷെ ഒരു അവിശ്വാസിക്കും അവിടെ പോയിട്ട് ഇത് കാണാനും ഇത് ചരിത്രത്തിന്റെ ഈ പാരമ്പര്യത്തെ, ചരിത്രത്തിന്റെ ഈ പൈതൃകത്തെ നമ്മൾ ഒരു വിശ്വാസ സംഹിതയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ ഹെറിറ്റേജുകളാണ്. ഈ എല്ലാ കലാരൂപങ്ങളും നമ്മുടെ ഹെറിറ്റേജുകളാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഹൈന്ദവ കലാരൂപങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. കേരളത്തിൽ പഴയ ചില ക്രൈസ്തവ പള്ളികളുണ്ട്. അത് പലതരത്തിൽ ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വിശ്വാസി അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ സാധ്യമാവുന്നിടത്തൊക്കെ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലത്തൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഗുരുദ്വാരകൾ, അവിടെ പോയി കാണാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും പോയി കാണാം. മോസ്കുകൾക്കകത്ത് പോയി കാണാൻ സാധാരണഗതിയിൽ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏക മോസ്ക് ഡൽഹിയിലുള്ള ജമാ മസ്ജിദാണ്. അതൊരു ഹിസ്റ്റോറിക്കൽ മോണമെന്റ് ആയിട്ട് അത് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നതുകൊണ്ട് അതിൻ്റെ ആർക്കിടെക്ചറൽ മാർവലോ അതിൻ്റെ ശില്പചാതുര്യമോ കലാരൂപങ്ങളുടെ മനോഹാരിതയോ അതിൻ്റെ കണ്ടന്റിന്റെ ശക്തിയോ ഒന്നും തന്നെ നമ്മൾ നിഷേധിക്കാൻ മുതിരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മുതിരുന്നത് നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ നമ്മുടെ ഹെറിറ്റേജ് ആണ്. ആ ഹെറിറ്റേജുകളെ ആദരിക്കാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഹെറിറ്റേജുകൾ പുലർത്തുന്ന വിശ്വാസങ്ങളെ നമ്മൾ നിരാകരിച്ചാൽ പോലും ആ ഹെറിറ്റേജുകളുടെ ഒരുപാട് സംഗതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ വളരെ പോപ്പുലറായിട്ട് എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ടല്ലേ, നമ്മൾ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ തൊട്ടിലിനകത്തുള്ള അഴുക്കുവെള്ളം കളയുന്നതോടൊപ്പം കുട്ടിയെ കൂടി കളയരുത്, തൊട്ടിലെ അഴുക്കുവെള്ളം മാത്രമേ കളയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഈ സങ്കുചിത മനോഭാവവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ, അവരുടെ വിശ്വാസം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അവിശ്വാസിക്ക് അവിശ്വാസിയുടേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളൊക്കെ
പരസ്പരം സഹവർത്തിത്തോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണെന്നും എല്ലാ പാരമ്പര്യങ്ങളും എല്ലാ പൈതൃകങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, അത് ആരുടേതായും സ്വന്തമായി സൂക്ഷിക്കരുത്, അത് സങ്കുചിതമായി ഒതുക്കി നിർത്തരുത്. നമ്മൾ പറയാറില്ലേ, വാതായനങ്ങൾ തുറക്കൂ, വെളിച്ചം എല്ലാ വശത്തും വരട്ടെ എന്ന് പറയാറുള്ളത് പോലെ, ഇത് പഴയ സംസ്കൃതിയാണെങ്കിൽ, അത് ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ, അത് നമ്മുടെ ഹെറിറ്റേജിന്റെ ഭാഗമാണെങ്കിൽ അതിന്റെ വാതിലുകൾ തുറക്കൂ, എല്ലാവർക്കും വേണ്ടിയ വാതിലുകൾ തുറക്കൂ എന്നാണ് എനിക്ക് പലപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ കഥ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ കഥകളി പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ചോദ്യങ്ങൾ അല്ലെ. പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് താമസം മാറ്റി. ഞാൻ എൻ്റെ MA കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഗവേഷണമൊക്കെ നടന്നത്. അതിന് ഡൽഹിയിലേക്ക് പോകുന്നു. പിന്നെ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കി അവിടെ ഞാനൊരു 10-35 കൊല്ലക്കാലം ഡൽഹിയിലുണ്ടായിരുന്നു. ഈ കാലയളവിൽ ഡൽഹിയിൽ ഒരു കഥകളി താല്പര്യമുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അവിടെ നോക്കൂ, കഥകളി ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എവിടെയാണെന്നറിയാമോ? അവിടെ ഈ മയൂർ വിഹാറിൽ ഒരു ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട്. അവിടെ കഥകളി പെർഫോമൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു ഇവിടെ RK പുരത്ത് അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെയും കഥകളി പെർഫോമൻസ് വരും. കൂടാതെ കോട്ടയത്തിന്റെ വേറൊരു പതിപ്പാണെന്ന് വേണേൽ പറയാം, അവിടെ ഒരു ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അതൊരു വലിയ സ്ഥാപനമാണ്. ഒരു 3-4 നിലയുള്ള ഒരു കെട്ടിടവും 10-27 ആർട്ടിസ്റ്റുകൾ അവിടെ സ്ഥിരതാമസമായിട്ട് കഥകളി പഠിപ്പിക്കുന്ന ഒരു വലിയ കേന്ദ്രം അവിടെയുണ്ട് ഡൽഹിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എൻ്റെ അച്ഛനും ഒക്കെ അതിനകത്ത് അംഗത്വം എടുക്കുന്നു. കഥകളി കാണാനായിട്ട് ഞങ്ങൾ അവിടെ സ്ഥിരമായി പോകുമായിരുന്നു. അപ്പം ഈ കഥകളി കേന്ദ്രത്തിൽ ഞങ്ങൾ രണ്ടുപേരും അംഗത്വത്തിന് ഒരു അന്നുണ്ടായിരുന്ന കഥകളി സെന്ററിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കഥകളിക്ക് ഇത്രയും വലിയ താല്പര്യമുള്ള ആൾക്കാരല്ലേ, കഥകളി കേന്ദ്രത്തിൽ ചേരണം എന്ന് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും കഥകളി കേന്ദ്രത്തിൽ ചേരുന്നു. അന്ന് കഥകളി സെന്ററിന്റെ, ഇന്റർനാഷണൽ കഥകളി സെന്ററിന്റെ പ്രസിഡന്റ് ജസ്റ്റിസ് ബാലകൃഷ്ണ ഏറാടിയാണ്. അപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് ഓംചേരി അന്നൻപിള്ള. അപ്പൊ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഡിസ്കസ് ചെയ്ത മീറ്റിംഗിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പിന്നീട് ഓംചേരി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് ആപ്ലിക്കേഷൻ വന്നപ്പോൾ ആദ്യം തന്നെ അന്ന് ഏറാടി സാർ എന്നെ ചോദിച്ചത്, ക്രിസ്ത്യാനികൾക്ക് എന്താ കഥകളി കാര്യം എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. ഏതായാലും അപ്പൊ തന്നെ അതിനകത്ത് മറ്റാൾക്കാർ അതിന് മറുപടി പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അംഗത്വം കിട്ടിയെന്ന് മാത്രമല്ല, പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കഥകളിയോടുള്ള താല്പര്യത്തിന്റെ ഒരു ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കഥകളി സെന്ററിന്റെ ഗവേണിംഗ് ബോർഡിൽ ഞാനും എൻ്റെ അച്ഛൻ ഇടമറുക ഞങ്ങൾ രണ്ടുപേരും ദീർഘകാലം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മരിക്കുന്ന രാത്രിയിൽ ജൂൺ 28-ാം തീയതി, ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെ കഥകളി കേന്ദ്രത്തിൽ ഒരു പെർഫോമൻസും അതിനുശേഷം നടന്ന ബോർഡിന്റെ മീറ്റിങ്ങിലും പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന് ആ രാത്രിയിൽ ഉറങ്ങി, ആ ഉറക്കത്തിൽ അദ്ദേഹം മരിച്ചു പോകുമായിരുന്നു. അപ്പൊ അത്രയധികം കഥകളിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒക്കെ പോയത്. പക്ഷെ ഈ കഥകളി കേന്ദ്രത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം കഥകളി കേന്ദ്രത്തിൽ ഞാൻ വളരെ വലിയ താല്പര്യമെടുത്തിരുന്ന ഒരാളാണ്. അപ്പം എന്നോട് കഥകളി സെന്ററിന്റെ പ്രസിഡന്റ് ആകണം എന്ന് പറയുന്ന ഒരു അഭിപ്രായം അക്കാലത്ത് വന്നു. ബോർഡ് മെമ്പർ ആയിരിക്കുമ്പോൾ ബോർഡ് മീറ്റിംഗുകൾ പലപ്പോഴും നടക്കുന്നത് ബാലകൃഷ്ണ ഏറാടിയുടെ വീട്ടിലാണ്. അദ്ദേഹം വലിയ സത്യസായിബാബ ഭക്തനും ഒക്കെയാണ് അദ്ദേഹം. പക്ഷേ നാസ്തികരാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഉണ്ടായിരുന്ന നിലപാടിൽ പറ്റിയ തെറ്റ് അദ്ദേഹം തന്നെ തുറന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കഥകളിയോട് സ്നേഹമുള്ള ആൾക്കാർ നാസ്തികർക്കിടയിൽ ഉണ്ടാകും, യുക്തിവാദികൾക്കിടയിൽ ഉണ്ടാകും എനിക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിവേ അതിനുശേഷം ഏറാടി സാറിന് ശേഷം കഥകളി സെന്ററിന്റെ പ്രസിഡന്റ് ആകുന്നത് ഞാനാണ്. അത് ഒരു യുനാനിമസ് ഇലക്ഷൻ ആയിരുന്നു. ഞാൻ ഡൽഹിയിൽ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്റർനാഷണൽ കഥകളി സെന്ററിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നുകൊണ്ട് അവർക്ക് സാലറി കൊടുക്കുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. 4000 രൂപ മറ്റു ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. അത് അക്കാദമിയിൽ പോയി സംസാരിച്ച് അതിന് 4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അവിടെ അങ്ങനെ സ്റ്റേജൊക്കെ നന്നാക്കുന്നു. അങ്ങനെ ഒരുപാട് സംഗതികൾ അവിടെ ചെയ്യുന്നത് കൂടാതെ അന്ന് കഥകളി കേന്ദ്രത്തിന് 50 വർഷം പൂർത്തിയാകുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ കലാമണ്ഡലം ഗോപിയാശാനും ഞാനും തമ്മിലൊരു നല്ല ബന്ധം അതിനു മുമ്പ് തന്നെ ഉണ്ട്. അദ്ദേഹം ഡൽഹി വരുമ്പോൾ എൻ്റെ അന്ന് ഡൽഹിയിലെ ഓഫീസിൽ വരികയും അവിടെ ചെറിയൊരു സൗഹൃദ സദസ്സിൽ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കഥകളി കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അഭിനന്ദനങ്ങളൊന്ന് കലാമണ്ഡലം ഗോപിയാശാൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തെ ഞങ്ങൾ കഥകളി സെന്ററിൽ കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ അവിടെ പെർഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കഥകളി കേന്ദ്രത്തിന്റെ 50-ാം വാർഷികം നടക്കുന്ന സമയത്ത് അന്ന്
കഥകളിയിൽ ഏറ്റവും വലിയ ആചാരനായി നമ്മൾ അറിയുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ശിഷ്യനാണ് രാമൻകുട്ടി ആശാൻ. അതിനുശേഷം രാമൻകുട്ടി ആശാൻ പ്രിൻസിപ്പളായിരുന്നു. കലാമണ്ഡലം ഗോപി അവിടെ ആദ്യം ഓട്ടംതുള്ളൽ പഠിക്കാൻ പോകുന്നു, പിന്നെ കഥകളി പഠിക്കും, ഹി ബിക്കേം പ്രിൻസിപ്പൾ. അപ്പം ഈ ഗുരു ശിഷ്യനെ ഇവർ രണ്ടുപേരെയും നമ്മൾ ഡൽഹിയിൽ വിളിച്ച് ഒന്നിച്ച് ഒരേ വേദിയിൽ കഥകളി പെർഫോം ചെയ്യാനൊരു അവസരം, അത് രാമൻകുട്ടി ആശാന്റെ അവസാനത്തെ പെർഫോമൻസ് അങ്ങനെ ഡൽഹിയിൽ വെച്ച് എൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് ഉണ്ടായത്. അവരൊക്കെ നമ്മളോട് ഇക്കാര്യത്തിലുള്ള വലിയ താല്പര്യം കാണിക്കുക മാത്രമല്ല, എനിക്ക് ഇക്കാര്യത്തിലുള്ള ഒരു ഉത്സാഹത്തെ മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ എനിക്ക് വേറൊരു വശം കൂടി ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഥകളിയെ മതപരമായി തന്നെ നിലനിർത്തണം, അമ്പലങ്ങളിൽ തന്നെ നിലനിർത്തണം, അതിന് വെളിയിൽ അതിന്റെ സാധ്യതകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാമല്ലോ. ഇത്തരം കലകളൊക്കെ ക്ഷേത്രങ്ങളിൽ നിൽക്കേണ്ടത് ക്ഷേത്രത്തിൽ നിൽക്കണം, നാട്ടുകാർക്ക് കാണാനുള്ള അല്ല എന്ന് പറയുന്ന ഈ സമീപനമുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ പോസിബിലിറ്റീസ്, നെക്സ്റ്റ് പോസിബിലിറ്റി എന്താണ്? കഥകളിൽ ഇന്നുള്ള കഥകളൊന്നും തന്നെ മാറ്റാൻ പാടില്ലാത്തവയാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഹെറിറ്റേജിന്റെ ഭാഗമാണ്. പക്ഷേ ഈ കലാമണ്ഡലം തുടങ്ങി വെച്ച മറ്റു ചില പരീക്ഷണമുണ്ട്. അവർ കിങ് ലിയർ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ കഥ ഒന്ന് കഥകളിയാക്കിയിട്ടുണ്ട്. അവിടെ ഡൽഹിയിലെ ഇന്റർനാഷണൽ കഥകളി സെന്ററിൽ ഈ ഗ്രീക്ക് കഥകളിക്ക് വേണ്ടത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീം വേണം, ഡ്രമാറ്റിക് ആയിരിക്കണം, എങ്കിലേ കഥകളിക്ക് അതിന്റെ പോസിബിലിറ്റീസ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പെർഫോമൻസ് നമ്മുടെ വർഷം തോറും ഒരു കഥകളി ഉത്സവം നടക്കുമ്പോൾ അതിലൊരു 6 ദിവസവും 7 ദിവസത്തെ ഉത്സവമാണെങ്കിൽ 6 ദിവസവും പരമ്പരാഗതമായ കഥകൾ തന്നെ പെർഫോം ചെയ്യുമ്പോൾ ഒരു ദിവസം വ്യത്യസ്തമായ ഒരു കഥ പെർഫോം ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഷേക്സ്പിയറുടെ ഒഥല്ലോ, ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ച അന്നത്തെ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന സദനം ബാലകൃഷ്ണൻ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥ തയ്യാറാക്കിയത്. അദ്ദേഹം ചെയ്തത് ഈ ഒഥല്ലോയെ ആധാരമാക്കി ഒരു കഥകളി പദം, ഒരു കഥ തയ്യാറാക്കി. അത് അദ്ദേഹം തന്നെ പെർഫോം ചെയ്തു. ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം അതിനൊരു സംക്ഷിപ്ത രൂപം കഥകളിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്ത് ഞാനാണ്. പക്ഷെ അത് ആ പരീക്ഷണം അവിടെയും നിന്നില്ല. പിന്നീട് നടന്നത് ഒരു ഫ്രഞ്ച് പ്ലേ, ക്യൂപ്പിഡും വീനസും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന ഒരു ഫ്രഞ്ച് പ്ലേ കഥകളിയിൽ കൊണ്ടുവരുന്നു, അത് പെർഫോം ചെയ്യുന്നു. പിന്നീട് നടന്നത് അതിലും വളരെ വിചിത്രമായ ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് ഒരു നൈജീരിയൻ പ്ലേ കഥകളിയിൽ കൊണ്ടുവരാനൊരു ശ്രമം നടത്തുന്നത്. അതാണ് ഞാൻ അവസാനം ഡൽഹിയിൽ കഥകളി കേന്ദ്രത്തിൽ ചെയ്ത സംഗതി. ഈ 6 ദിവസവും നമ്മുടെ പരമ്പരാഗതമായ കഥകൾ, രാമനും കൃഷ്ണനും ഒക്കെ വരുന്ന കഥകൾ നടക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ കഥകളിയുടെ പുതിയ സാധ്യതകളിലേക്ക് പോകുന്ന ഒരു സംഗതി. സിഷെ എന്ന് പറയുന്ന ഒരു നാടകം നൈജീരിയയിലെ ഒരു ചേരിയിൽ നടക്കുന്ന ഒരു വലിയ കോൺഫ്ലിക്റ്റിന്റെ കഥയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൂടി പറയാം. കഥകളിയൊക്കെ തിരിച്ചറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഥകളിയിലെ നോബിൾ ഹീറോസിന് പച്ച ആണ് വേഷം. പച്ച എന്ന് പറയുന്നത് പച്ച നിറമുള്ള മുഖമാണ് അവർക്കുള്ളത്, ചുട്ടിയുണ്ട്. വീരന്മാർക്ക് കത്തി എന്ന് പറയുന്ന ഒരു വേഷം, പിന്നെ കരിയുണ്ട്, ചുവപ്പ് താടിയുണ്ട്, അതുപോലെ വെള്ളത്താടിയുണ്ട്. അങ്ങനെ കഥകളിയിലെ ഓരോ കഥാപാത്രങ്ങളുടെ അവതരണത്തിന്റെ പോസിബിലിറ്റീസ് കൃത്യമായി പ്രീ ഡിഫൈൻഡ് ആണ് എല്ലാം. അതിനകത്തൊരു അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കിടയിൽ ഈ ഒഥല്ലോയെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒഥല്ലോ ഒരു മൂറാണ്, ഹാഫ് അറബിക് എന്ന് വേണേൽ പറയാം അല്ലെ, സ്പാനിഷ് അറബാണ്. അപ്പൊ ഈ ഒഥല്ലോ ഇതിനകത്തൊരു കഥാപാത്രമാണ്. ഇയാഗോ ആണ് ദുഷ്ട കഥാപാത്രം. ഒഥല്ലോ ആണ് ശരിക്കും പറഞ്ഞാൽ നോബിൾ. അദ്ദേഹം ഒരു കറുത്തവനാണ്, അല്ലെങ്കിൽ ഒരു മൂറാണ്. മറ്റേയാള് ഒരു ഇറ്റാലിയനാണ്, വെള്ളക്കാരനാണ്. ഇപ്പൊ കഥകളിയിൽ ഇവർക്ക് എങ്ങനെ വേഷം കൊടുക്കും? കഥകളിയിൽ നമ്മൾ മിനുക്ക് കൊടുക്കുന്നത് സാത്വിക കഥാപാത്രങ്ങൾക്കാണ്. കുചേലൻ അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾക്കാണ് കഥകളിയിൽ നമ്മൾ മിനുക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ ശരിക്കും ഇയാളുടെ കഥയിലെ നിറം വരണമെങ്കിൽ ഇയാൾക്ക് മിനുക്ക് കൊടുക്കണം അല്ലേ. പക്ഷെ അതിന് നമ്മൾ ആലോചിച്ചിട്ടന്ന് ചെയ്തത്, കഥകളിയിലെ ഒഥല്ലോയ്ക്ക് അദ്ദേഹം കറുത്തവനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൈകൾക്ക്, മുദ്ര കാണുമല്ലോ എല്ലാവരും, കൈകൾക്ക് കറുപ്പ് നിറം കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം നോബിൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പച്ച താടി തന്നെ കൊടുക്കുക. അദ്ദേഹം ഒരു പടയാളിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ചെറിയ ചില സിംബൽസ് ഒക്കെ കൊടുക്കുന്നു. അതേസമയം കഥകളിയുടെ വേഷം തന്നെ ചില സൂചകങ്ങൾ മാത്രം കൊടുക്കുന്നു. അങ്ങനെ ഒരു പുതിയ കഥാപാത്രത്തിന്റെ വേഷ സംവിധാനം അവിടെ ഒരു വലിയ ചുട്ടി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണാശാൻ വളരെ വിദഗ്ധമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഇയാഗോയുടെ കാര്യത്തിൽ അദ്ദേഹം വെള്ളക്കാരനാണെങ്കിലും അദ്ദേഹം ഒരു കൗണ്ടർ ക്യാരക്ടറാണ്, ദുഷ്ടകഥാപാത്രം. അദ്ദേഹത്തിന് കരി തന്നെ കൊടുത്തു, വെള്ളക്കാരന് കരി കൊടുത്തു. പക്ഷെ കഥകളിയിലെ രീതി ഏതാണ്? അദ്ദേഹം വെള്ളക്കാരനാണ് തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈകൾക്ക് മാത്രം നമ്മൾ ഈ മിനുക്കിന്റെ പോലത്തെ ഒരു നിറം കൊടുക്കുന്നു.
അതായത് മനയോല കൊണ്ടുള്ള ഒരു ചെറിയ മഞ്ഞ കളരുന്ന ഒരു നിറം കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ അത് അവതരിപ്പിക്കുന്നു. പക്ഷെ അടുത്ത കഥ വരുമ്പോൾ, ശിക്ഷ വരുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളൊക്കെ സ്ത്രീകളാണ്. ഒരു നോബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, ഒരു ഒരു കൗണ്ടർ നോബിൾ എന്ന് വെച്ചാൽ ഒരു ഹീറോയിക് നേച്ചറുള്ള വേറൊരു സ്ത്രീയുമുണ്ട്. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. കഥകളിയിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, കഥകളിയിൽ ആദ്യകാലത്തൊന്നും പുരുഷന്മാരാരും അഭിനയിക്കുന്നേയില്ല. സ്ത്രീകളായിട്ടും മുഴുവനും പുരുഷന്മാരാണ് അഭിനയിക്കുന്നത്. പ്രധാന ആൾക്കാർ കോട്ടക്കൽ ശിവരാമൻ അല്ലെ, കോട്ടക്കൽ ശിവരാമൻ എന്റെ ദമയന്തി അതിസുന്ദരിയാണ്. ഗോപിയാശാനും പിന്നെ കോട്ടക്കൽ ശിവരാമനോട് പെർഫോം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത്ര മനോഹരമായ ഒരു കപ്പിൾ തന്നെ തോന്നിപ്പോകും. പക്ഷെ അതേ ഒരു പുരുഷനാണ് അല്ലെ ശിവരാമനാശാൻ. ആ കുടുംബമായിട്ടൊക്കെ എനിക്ക് വലിയ ബന്ധമുണ്ട്. അപ്പം അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ കുഞ്ഞമ്മണിക്കരാശാനും സ്ത്രീവേഷം കിട്ടിയിട്ടുണ്ട് ധാരാളം. പക്ഷെ പിന്നീട് ഈ കഥകളിയിൽ ഓർക്കേണ്ട ഒരു സംഗതി, കഥകളിക്കകത്ത് ഒരു പെൺ പച്ചയില്ല, ഒരു പെൺ കത്തിയുമില്ല, മിനുക്കുകൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്കെല്ലാം മിനുക്കുകളാണ്. ഒരു അല്പ വ്യത്യാസം വരാവുന്ന ഒരു ചെറിയ ഭാവം ഉള്ളത് വേണമെങ്കിൽ ശൂർപ്പണഖ വരുന്ന സമയത്ത്, ശൂർപ്പണഖ അവസാനം രാമൻ അവരുടെ മൂക്കും മാരടവും ഒക്കെ വിച്ഛേദിക്കുന്ന സമയത്ത് അവരൊരു ഭീകരരൂപിണിയായിട്ട് വരുമ്പോൾ കരിരൂപം പോലെ വരുന്നുണ്ട്. അതല്ലെങ്കിൽ ദ്രൗപദി ദുശാസനവധത്തിന് മുമ്പായിട്ട് ആ മുടിയഴിച്ചിട്ട് നിൽക്കുന്ന ആ സമയത്തൊക്കെ ആ സ്നിഗ്ധത ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ട്, ശക്തമായ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പൂതന പിന്നീട് രാക്ഷസിയായിട്ട് വരുന്ന സമയത്ത് ഒരു കരിരൂപം വരുന്നുണ്ടെന്നാണ് പറയാം. അതല്ലാതെ പെൺ പച്ചയോ പെൺ കത്തിയോ ഒന്നുമില്ല കഥകളിക്കകത്ത്. അതുണ്ടാകേണ്ടതല്ലേ. ഇന്നത്തെ യുഗത്തിൽ നമുക്ക് ഡൽഹിയിലെ കഥകളി കേന്ദ്രത്തിൽ പഠിക്കുന്നതിൽ പകുതി കുട്ടികൾ എങ്കിലും പെൺകുട്ടികളാണ്. അവിടെ പുരുഷവേഷം കെട്ടുന്നതും കത്തിയും പച്ചയും കരിവേഷവും ഒക്കെ കെട്ടുന്ന പെൺകുട്ടികളുണ്ട് അവിടെ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പോസിബിലിറ്റി നടക്കുക? എങ്ങനെയാണ് ഒരു പെൺ പച്ച കഥകളി കൊണ്ടുവരിക? അന്ന് പല മാതൃകകൾ അന്ന് ഈ കുഞ്ഞികൃഷ്ണദാസൻ ഉണ്ടാക്കി തരുന്നു. പല പോസിബിലിറ്റീസ് എല്ലാം തേടുന്നു. അതിനുശേഷം അക്കാലത്തുണ്ടായിരുന്ന പ്രമുഖരായ കഥകളി ആശാന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട്, കഥകളിയിൽ ഒരു രൂപം ഉണ്ടായി കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലാണ് അല്ലെ. പച്ച എല്ലായിടത്തും ഒരുപോലെയാണ്, കത്തി എല്ലായിടത്തും ഒരുപോലെയാണ്, മാറ്റാൻ പാടില്ലല്ലോ. ഈ കഥകളി മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് പുതിയ കഥാപാത്രങ്ങളും പുതിയ വിഷയങ്ങളിലേക്കും വരണം എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെൺ പച്ചയും പെൺ കത്തിയും നമ്മളവിടെ രൂപകൽപ്പന ചെയ്തു. കഥകളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസ് അവിടെ നടത്തി. അതിന് വലിയ അപ്രിസിയേഷൻ ഉണ്ടായി. ഈ ഹിന്ദുവിലൊക്കെ വലിയ അപ്രിസിയേഷൻ ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ വലിയ യുക്തിവാദി കഥകളിയെ പിന്നെ മോശമാക്കുകയാണ് എന്നുള്ള മട്ടിൽ വരികയും ചെയ്തു. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. മറ്റതൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ടും അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടും പുതിയൊരു പോസിബിലിറ്റി കൂടി എക്സ്പ്ലോർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. പിന്നീടും ഈ നമ്മുടെ ഈ പരമ്പരാഗതമായ കലാരൂപങ്ങൾക്ക് ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട് അല്ലേ. ഇന്നിപ്പോ കഥകളി ഉണ്ടാകുന്ന കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അന്ന് ഈ വലിയ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിന്റെ നാളത്തിലാണ് നമ്മൾ മുഖത്തെ ഭാവങ്ങൾ തിരിച്ചറിയുന്നത്. ഈ പഴയ എല്ലാത്തിനും നമ്മൾ ഈ വിളക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാവുന്നത് പെർഫോമൻസിന്റെ മുമ്പ് ആവശ്യമാണിത്. പക്ഷെ ഇന്നത്തെ ഒരു ആധുനിക സ്റ്റേജിൽ പലപ്പോഴും ഒരു വിളക്ക് വെക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇന്റർനാഷണൽ പെർഫോമൻസിനൊക്കെ നമ്മുടെ കഥകളി ആർട്ടിസ്റ്റുകൾ പോകുമ്പോൾ അവർ സിംബോളിക് ആയിട്ട് ഒരു വിളക്ക് വെക്കും, അല്ലെങ്കിൽ ബാറ്ററിയോട് പ്രവർത്തിക്കുന്ന ഒരു വിളക്ക് വെക്കും. അപ്പൊ ഈ വിളക്ക് ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അതല്ലാതെ തന്നെ പെർഫോം ചെയ്യും. കുറെ കൂടി നമുക്ക് സ്റ്റേജിന്റെ പോസിബിലിറ്റീസ് അറിഞ്ഞ് നൃത്തം ചെയ്യുമ്പോഴൊക്കെ വിളക്ക് വലിയ തടസ്സമാണ്, പലപ്പോഴും കാഴ്ചയ്ക്ക് തടസ്സമാണ്. അത് പലപ്പോഴും ഞാൻ തോന്നിയിട്ടുള്ള സംഗതിയാണ്. ഞാൻ പലപ്പോഴും പിന്നെ കഥകളി ആശാന്മാരോടൊക്കെ തന്നെ, ആശാൻ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന രാമൻകുട്ടി ആശാനോടും ഗോപി ആശാനോടൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംഗതിയാണത്. അതുപോലെ തന്നെ കഥകളിക്ക് ഇനി ആവശ്യമായിട്ടൊരു സംഗതി, അന്ന് നമ്മുടെ കഥകളിയുടെ മുഖത്തെ രൂപഭാവങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി വിളക്കിന്റെ സാധ്യതകൾ മാത്രം ഉണ്ടായിരുന്നു. ഇന്നൊരു മോഡേൺ സ്റ്റേജിൽ നമുക്ക് 100 കണക്കിന് ലൈറ്റുകളുടെ സാധ്യതയുണ്ട്. അത് അതിനകത്തേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കഥകളി ശബ്ദമാനമായ ഒരു സംഗതിയാണ്. അതിനകത്തൊരു നിയന്ത്രണമില്ലാത്ത വലിയ ശബ്ദമാണ് മൊത്തമുള്ളത്. പക്ഷെ അതിനകത്ത് ഷേക്സ്പിയറുടെ ഒഥല്ലോ ചെയ്ത സമയത്ത്, ഒഥല്ലോ വന്നിട്ട് കൊലപാതകം നടത്തുന്ന ആ വിളക്കുമായിട്ട് വരുന്ന സമയത്ത് സമ്പൂർണമായ നിശബ്ദത, എല്ലാ ഉപകരണങ്ങളും അവിടെ ഇല്ലാണ്ടാക്കി. അങ്ങനെ പൂർണ്ണമായി നിശബ്ദതയുടെ ഒരു പോസിബിലിറ്റി കഥകളിയിൽ, അത് തിയേറ്ററിന്റെ ഒരു മേഖലയിൽ നിശബ്ദതയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇത് കഥകളിയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അന്ന് ഗോപിയാശനോടും കൂടി ഞാൻ ചർച്ച ചെയ്തിരുന്നു. അത് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും കഥകളിയിൽ കലാമണ്ഡലവും നടത്തുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പരീക്ഷണങ്ങളല്ല, കഥകളിയുടെ പോസിബിലിറ്റീസ്. ഇപ്പൊ നമുക്ക് വെസ്റ്റിൽ പോയിട്ടൊരു കഥകളി പെർഫോം ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവർക്കറിയാവുന്ന, അവർക്ക് പരിചയമുള്ള ചില കഥകളും കൂടി അവതരിപ്പിക്കാൻ പറ്റിയാൽ അതിന് വലിയ പോസിബിലിറ്റീസ് ഉണ്ട്. കുറെ കൂടി ഈസിയായി അവർക്ക് മനസ്സിലാക്കാൻ.
അപ്പൊ ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ കഥകളിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരമ്പരാഗതമായ കലാരൂപങ്ങളെ നമുക്ക് അതത് രീതിയിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ടെങ്കിലും അതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അതിനൊരു പുതിയ ബ്രാഞ്ച് പോലെ മറ്റു സംസ്കൃതികളിൽ നിന്ന് വരുന്ന കഥകളെയും കൂടി ഉൾക്കൊള്ളാനും കൂടി പറ്റേണ്ടതാണ്. അങ്ങനെ പറ്റിയാലേ അതിനുള്ള പോസിബിലിറ്റീസ്, ഇനി ആ പഴയത് നിലനിർത്തുമ്പോൾ തന്നെ അതിന്മേൽ നമ്മൾ കൈകടത്താതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് അധികം കൊണ്ടുപോകുന്നില്ല. ഇത് പറഞ്ഞു വരുന്ന കഥകളിയെക്കുറിച്ച് മാത്രമല്ല, എല്ലാ മതങ്ങളും പരിപോഷിപ്പിച്ച കുറേ കലാരൂപങ്ങളുണ്ട്. മാപ്പിളപ്പാട്ട്, കോലടി, ചവിട്ട് നാടകം, ഇങ്ങനെ കുറേ സംഗതികളുണ്ട് കേരളത്തിൽ. ഇതിനൊക്കെ ഈ ഒരു സ്റ്റൈലൈസ് ക്ലാസിക്കൽ ആർട്ടിന്റെ സ്വഭാവം ഇല്ലെങ്കിൽ പോലും അതിനൊക്കെ അതിൻ്റെതായ ചരിത്ര സാഹചര്യത്തിൽ അതിന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ ഒരു സമുദായത്തിൻ്റെതായി ചുരുക്കിക്കളയാതെ അത് എല്ലാവർക്കുമായിട്ട് ഇത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുകയും അതിൻ്റെ തനത് രൂപം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അതിൽ പുതിയ പോസിബിലിറ്റീസ് കണ്ടെത്തുകയും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സൂഫി സംഗീതം, സൂഫിസം ഒരുതരം മായിക അവസ്ഥയിൽ പോകുന്ന ഒരു വിശ്വാസ രീതിയാണ്, ഇസ്ലാമിസ്റ്റ് വിശ്വാസ രീതിയാണെങ്കിൽ പോലും ഇസ്ലാമിന്റെ പരമ്പരാഗതമായ രീതിയിൽ സംഗീതത്തെ തന്നെ നിഷേധിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്ന വേറൊരു പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. അപ്പൊ അതൊരു ഭക്തി പ്രസ്ഥാനം പോലെ തന്നെയാണ് സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കർണാട്ടിക് മ്യൂസിക് പോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും സൂഫി സംഗീതവും ഒക്കെ തന്നെ ഏത് യുക്തിവാദ വിപ്ലവം വന്നാലും എത്ര വലിയ സയന്റിഫിക് ചേഞ്ച് വന്നാലും നമ്മുടെ ഈ ഹെറിറ്റേജുകൾ നിലനിർത്താതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂതകാലത്തിൻ്റെ ഒരു വലിയ കലവറ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ യുക്തിവാദികൾക്കുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഇന്നത്തെ യുക്തിവാദികൾ പൊതുവായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട് ഈ ഹെറിറ്റേജുകളെ റെസ്പെക്ട് ചെയ്യുക എന്ന നിലപാട് തന്നെയാണ്. അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നത് വലിയൊരു ദീർഘമായ, പലപ്പോഴും നമുക്ക് ബാഹ്യമായി നമ്മളൊരു പ്രസ്ഥാനത്തെ കാണുമ്പോൾ അതിന്റെ ബാഹ്യരൂപം മാത്രമേ കാണുന്നുള്ളൂ. ഇതിനകത്ത് തന്നെ നടക്കുന്ന അഭിപ്രായ രൂപീകരണ പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയക്കകത്ത് പലപ്പോഴും ഇത്തരം ആശയങ്ങളുടെ കാര്യത്തിൽ അവരെ പൊതുവായി മനസ്സിലാക്കിയെടുക്കുന്നതിലും അതിനെ സ്വീകാര്യത ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇതിനകത്ത് ആഭ്യന്തരമായി തന്നെ വലിയ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുമുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി തന്നെയാണ് ഈ കാര്യങ്ങളിലുള്ള സമീപനങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, കഥകളിയിലെ പോലെ തന്നെ വാദ്യങ്ങളുടെ കാര്യത്തിൽ ഇടയ്ക്കയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇടയ്ക്ക ക്ഷേത്രത്തിന് വെളിയിൽ പെർഫോം ചെയ്യാൻ പല ആൾക്കാരും മടി കാണിക്കുന്നവരാണ്. ഇതിനി മാരാർ സമുദായത്തിന് വെളിയിലുള്ള ആൾക്കാർക്ക് ഇത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്ന ആൾക്കാർ ഒരുപാട്. അന്ന് ഡൽഹിയിലെ കഥകളി കേന്ദ്രത്തിലെ പിന്നീട് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു വലിയ ചെണ്ട ആർട്ടിസ്റ്റാണ്, ഇടയ്ക്ക ആർട്ടിസ്റ്റുമാണ്. ഞാൻ അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിരാമനോട്, കലാമണ്ഡലം കുഞ്ഞിരാമനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് ഞാൻ ഇടയ്ക്ക പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഈ മാരാർ സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റില്ല എന്നാണ് പല ആൾക്കാരും പറയാറുള്ളത്. പക്ഷെ പുള്ളി അങ്ങനെയല്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരെയും പഠിപ്പിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം ഞാൻ സ്ഥിരമായിട്ട് എത്രയോ നാളുകൾ ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഇടയ്ക്ക അഭ്യസിക്കുകയും, ഞാൻ ഡൽഹിയിൽ നിന്ന് പോയതിന് മുമ്പായി തന്നെ കഥകളി കേന്ദ്രത്തിന്റെ തന്നെ ഒരു വാർഷിക ഫെസ്റ്റിവലിൽ ഞാൻ ഇടയ്ക്ക അവിടെ സോളോ ആയിട്ട് പെർഫോം ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കയിൽ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല, എങ്കിൽ പോലും ഇടയ്ക്ക എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. അത് വായിക്കാൻ എനിക്ക് സാധ്യമാവുക എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ഭാവത്തെ അത് കൈയടക്കി വെക്കണം എന്ന് മാത്രം കരുതുന്ന ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് എൻ്റെയും കൂടിയാണ് എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ് എനിക്കുള്ളത്. അത് എൻ്റെയും കൂടിയാണ് എന്ന് പറയാൻ എല്ലാവരും തയ്യാറാവുന്ന മട്ടിലാണ് നമ്മുടെ എല്ലാ പരമ്പരാഗത കലാരൂപങ്ങളെയും നമ്മൾ കാണേണ്ടത്. അവിടെയാണ് സങ്കുചിതത്വം വെടിഞ്ഞ് നമ്മളൊരു പുതിയ യുഗത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഭൂതകാലത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളെ തിരിച്ചറിഞ്ഞു ഉൾക്കൊണ്ടും അനാവശ്യമായതിനെ നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു ആധുനിക ലോകത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ടും നിരന്തരമായി പരിഷ്കരിച്ചും ആണ് നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ. ആ മുന്നേറ്റത്തിൽ നമ്മുടെ പരമ്പരാഗതമായ കലാരൂപങ്ങളെയും നമ്മുടെ ശില്പകലയും നമ്മുടെ സംഗീതത്തെയും ഒക്കെ തന്നെ ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പരിപോഷിച്ചുകൊണ്ടും മാത്രമേ അതിന് അതിൻ്റെതായ രീതിയിൽ മുന്നേറാൻ പറ്റുകയുള്ളൂ. താങ്ക് യു. റാഷണലിസ്റ്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ അമർത്തുക.